ഉം. പ്രിയമുള്ളവരെ, ഞാനൊരു മദ്യാസക്തൻ ദൈവാനുഗ്രഹത്താലും ആൽക്കഹോളിക് അനോണിമസ് എന്ന കൂട്ടായ്മയിലായിരിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് വിജയൻ. ഹായ് മാഷേ, ഹായ് ഹായ് മാഷേ. ഹായ്. ആ, ഞാൻ നല്ല തിരക്കിലായിരുന്നു. രാവിലെ മുതലേ പരിപാടിയാണ്. ഇപ്പൊ ഇതൊരു 8 മണിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അത് 9:15 അവസാനിച്ചത്. അതുകൊണ്ട് ആ, ഞാൻ ഇതിലും ഇന്നും അധിക സമയം ഇതിൻ്റെ അകത്ത് ഇരിക്കില്ല എന്ന് ആദ്യമേ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. കുറച്ചു നേരം ഇതുമായി ചർച്ച ചെയ്ത ശേഷം നിങ്ങളുടെ പങ്കുവയ്ക്കലിന് വേണ്ടിയിട്ട് ഞാൻ വിട്ടു തരുന്നതായിരിക്കും. ഏതായാലും ഓക്കെ. കെയിം ടു ബിലീവ് എന്ന് പറയുന്ന ഒരു മഹാ പുസ്തകത്തെ വിശകലനം ചെയ്യാനാണ് എനിക്ക് അവസരം കിട്ടിയിരിക്കുന്നത്. വിശ്വസിക്കുവാൻ തുടങ്ങി. അപ്പൊ അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്താണ് ഈ വിശ്വാസം എന്ന് പറയുന്ന സാധനം? വിശ്വാസത്തെക്കുറിച്ച്, ആത്മീയതയെക്കുറിച്ചും ഒക്കെയാണ് ഉം, പറഞ്ഞിരുന്നത്. അതിൽ വിശ്വാസത്തെക്കുറിച്ച് കുറച്ചും കൂടി വിശദമായി പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് വിശ്വാസം? ആ, ഏതെങ്കിലും ഒരാളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോ ആ, ഷിബു ഓ, എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ, ഈ 10 മണിയാകുമ്പോൾ ഞാൻ കയറും, ഓൺലൈൻ മീറ്റിംഗ് കയറും എന്നുള്ള ഒരു വിശ്വാസമാണ്. അതല്ലെങ്കിൽ ഒരാള് എനിക്ക് പൈസ ചോദിച്ചു, അയാൾ തരാമെന്ന് പറയുന്നു. വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷനില്ല. ഞാൻ മറ്റന്നാൾ തരും എന്നുള്ള പറയാണ്. എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ടെൻഷനില്ല. എന്നാൽ വിശ്വാസം ഇല്ലെങ്കിലോ, നമ്മൾ അത് കിട്ടുന്നോളം വരെ നമുക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോ ഞാൻ ചോദിച്ചു, അയാൾ തരാമെന്ന് പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നു. ആ വിശ്വാസം ചിലപ്പോൾ ഒരു ഭാഗികമായിട്ടാണെങ്കിൽ ആണ് ടെൻഷൻ വരിക. കിട്ടുമായിരിക്കും, ഉറപ്പില്ല. എന്നാൽ അത് പൂർണ്ണമായും വിശ്വസിക്കുകയാണെങ്കിൽ യാതൊരു ടെൻഷനില്ല. ഇതേ കേസാണ് എല്ലാ കാര്യത്തിലും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ മതമൊക്കെ പറഞ്ഞു പഠിപ്പിച്ച ഒരു വിശ്വാസത്തിൽ ദൈവം എന്നെ കാത്തുകൊള്ളും എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. മറിച്ച് അങ്ങനെ ഒരു ദൈവം സംരക്ഷിക്കുമായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തില്, ഒരു പകുതിയോ ഒക്കെ ഉള്ള ഒരു വിശ്വാസത്തിലാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. എന്നാൽ പൂർണ്ണമായിട്ടൊരു വിശ്വാസം വന്നാൽ ഈ ടെൻഷൻ ഇല്ലാതെ. അപ്പൊ ഈ ചെറിയ കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞു, അച്ഛനെയൊക്കെ അമ്മയൊക്കെ വിശ്വസിക്കുന്നു, ഭയങ്കര വിശ്വാസമാണ്. അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര വിശ്വാസമാണ്, ധൈര്യമാണ്. അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ധൈര്യമാണ്. ഇതേപോലെ ഈ വലിയ ശക്തിയിൽ മറ്റൊരു ശക്തി എൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ആ, ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത്. ആത്മീയത എന്ന് പറഞ്ഞതും ഇതുപോലെ തന്നെയാണ്. ആത്മീയത ആ, എന്ന് പറയുന്നത് ഈ ദൈവത്തിലുള്ള വിശ്വാസം മാത്രമല്ല, ദൈവികത എന്നിൽ ഉണ്ടാവുകയും വേണം. എന്നിൽ ദൈവികത ഉണ്ടാവണമെങ്കിൽ എൻ്റെ പെരുമാറ്റത്തിൽ, എൻ്റെ സ്വഭാവത്തില്, എൻ്റെ കാഴ്ചപ്പാടില് ഒക്കെ ശരികൾ ഉണ്ടാവണം. ശരികൾ ശരികൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ഏഹ് എല്ലാം ഇപ്പോൾ ക്ഷമ ചോദിക്കുക എന്ന് പറയുന്നത് അതൊരു ശരിയാണ്. നമുക്ക് അറിയാതെ വന്നുപോയ തെറ്റാണെങ്കിൽ അത് ക്ഷമ ചോദിക്കുക, നന്ദി പറയുക, അവനവനെ കുറിച്ച് മനസ്സിലാക്കുക, അവനവന്റെ കഴിവുകേടുകൾ മനസ്സിലാക്കുക, കഴിവുകൾ മനസ്സിലാക്കുക. എന്നിട്ട് ആഹ് അങ്ങനെയൊക്കെ വന്നിട്ട് ആശങ്കയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നതാണ് ശരിക്കും ആത്മീയത എന്ന് പറയുന്നത്. ആ നമ്മളോട് ഈ ദൈവം പറയുന്ന ആഹ്, കാര്യങ്ങളെ നമുക്ക് എങ്ങനെയാണ് കേൾക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു സംശയം നിലനിൽക്കുന്നുണ്ടാവുക. ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് അറിയണമെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കണം. എന്നോട് തന്നെ ചോദിക്കുമ്പോൾ അവിടെ രണ്ട് തരത്തിലാണ് പ്രതികരിക്കുക. എൻ്റെ മനസാക്ഷിയാണ് എന്നോട് പ്രതികരിക്കുക. പക്ഷെ ഈ മനസാക്ഷി ന്യായീകരണങ്ങൾ പറയുന്ന മനസ്സുണ്ട്. അതായത്
ഏഹ് ഞാനൊരു തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ ചെയ്തത് ശരിയാണോ? പിന്നെ നീ അത് ചെയ്യണ്ടേ? നീ അങ്ങനെയല്ലേ ചെയ്യണ്ടേ? നീ ചെയ്ത് ശരിയാടാ എന്ന് എന്റെ മനസാക്ഷി എന്നോട് പറയുന്നുണ്ടെങ്കിൽ അതൊരു ന്യായീകരണ സ്വഭാവമാണ്. തെറ്റാണ് ചെയ്തത് എങ്കിൽ അതിനെ പൂർണ്ണമായും അംഗീകരിക്കുക എന്നുള്ളതാണ് ആത്മീയതയുടെ ശൈലിയിലുള്ളത്. അപ്പോ എന്താണ് ഈ ഈ പറയുന്ന മനസാക്ഷി എന്നോട് പറയുന്ന ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ശരിയായ വിശ്വാസം ഉണ്ടെങ്കിലാണ് ഈ മനസാക്ഷി ശരിയായ ഉത്തരം തരിക. അല്ലെങ്കിൽ ന്യായീകരണ ഉത്തരമായിരിക്കും തരിക. പലപ്പോഴും നമ്മളെ കയ്യിൽ വരുന്നതിന് മുമ്പൊക്കെ ന്യായീകരണം ആണ് സ്ഥിരമായി നടത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ട് പറയും ഞാൻ ചെയ്തത് ശരിയാണ് എന്ന്. ഓക്കെ, ഇനിയിപ്പോ ആ, നമുക്ക് കടന്നു പോകാനുള്ള ഒരു ഒരു ഭാഗം എന്ന് പറയുന്നത് എ എ എ എന്നത് പറയുന്നത് ഈ ആത്മീയതയിലേക്കുള്ള ഒരു തത്വചിന്തയാണെന്ന് പറയുന്നത്. ഒരു വലിയ ശക്തിയുമായിട്ടുള്ള ബന്ധം. അതാണ്. അതൊരു ദിവ്യ ഉത്ഭവമാണ്. ഒരു ഡിവൈനാണ് സംഗതി. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. അത് ജീവിച്ചിരിക്കുമ്പോഴുള്ള കാര്യമാണ്, അല്ലാണ്ട് മരണശേഷമുള്ള കാര്യങ്ങളല്ല. അത് എൻ്റെ പെരുമാറ്റത്തെയും എൻ്റെ സ്വഭാവത്തെയും നിയന്ത്രിക്കുന്നവയാണ് ഈ ആത്മീയത. ഈ ദൈവികമായ ഒരു ഇടപെടല് നമുക്ക് വരുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് എന്താണ്, നല്ല വശങ്ങൾ. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട നല്ല വശങ്ങളാണ് ദൈവികത എന്ന് പറയുന്നത്. മോശം വശങ്ങളാണ് ഈ ചെകുത്താൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ നല്ല വശങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ഇടമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിലൊക്കെ. അതുവരെ നമ്മൾ ഈ ദൈവികത എന്ന് പറയുന്നത് ശിക്ഷാവിധികളുള്ള ഒരു ഒരു ഭാഗമായിരുന്നു. അതായത് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ പോകും എന്നുള്ള ഒരു ശിക്ഷാവിധികളും ആയിരുന്നു. അതിനപ്പുറത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ശിക്ഷയും എല്ലാം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ ശിക്ഷ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ പറഞ്ഞ ആത്മീയതയിലുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് ഇതിനെ ഈ ഭൗതിക ജീവിതത്തിന് അപ്പുറത്തുള്ള ഒരു സംഗതി അല്ല ആത്മീയത. ഭൗതിക ജീവിതത്തിൽ, നിലവിലുള്ള ജീവിതത്തിൽ ഞാൻ എന്താ പറയാ, സത്യസന്ധനും ആത്മാർത്ഥമുള്ളവനും അനുകമ്പയുള്ളവനും ദയുള്ളവനും അതുപോലെ തന്നെ സൗഹൃദമുള്ളവനും ഒക്കെ ആയി മാറാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുമ്പോഴാണ് അർത്ഥത്തിൽ നമ്മൾ ആത്മീയത ഉള്ള ആളാണെന്ന് പറയുന്നത്. പേ എന്ന് പറയുന്നത് ഇത്തരമുള്ള തത്വചിന്തകൾ നമുക്ക് എത്തിച്ചു തരുന്ന ഒരു 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 ഇടമാണ്. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടങ്ങളെ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ നഷ്ടങ്ങളെയൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കുവാൻ കഴിയും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഇടമാണ്. അത് നഷ്ടമായിട്ടല്ല കണക്കാക്കേണ്ടത്. ഇനിയുള്ള ജീവിതം നമുക്ക് നേടിത്തരുന്ന ഒരുപാട് ഗുണങ്ങളെ കുറിച്ച് ആണ് ഈ ആത്മീയതയെ കുറിച്ച് പറയുന്നത്. ആത്മീയത എന്നത് മിനുസപ്പെടുത്തിയ ഒരു തുണിക്കഷ്ണത്തിൽ നെയ്ത് ചേർക്കേണ്ട ഒരു അഴിഞ്ഞ ഒരു മോശം കാര്യങ്ങളാണ്. അല്ല. ആത്മീയത എന്ന് പറയുന്നത് ആത്മാവിന്റെ ഒരു ഉണർവാണ്. ഒരുവൻ ആവശ്യം അറിഞ്ഞിരിക്കേണ്ട മാത്രം അറിവുകളും അല്ല ഇത്. അറിവ് എന്ന് പറയുന്നത് നമുക്കറിയാലോ. അറിവ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ്. അറിവ് ബുദ്ധിയിൽ നിൽക്കുന്ന ഒരു സാധനം. അതല്ല ആത്മീയത. എല്ലാം അറിഞ്ഞ് കൊണ്ട് കാര്യമില്ല, മറിച്ച് അത് മനസ്സിലാക്കലുകളാണ്, ഉൾക്കൊള്ളലുകളാണ്, അത് ജീവിതത്തിൽ പകർത്തലുകളാണ്. അങ്ങനെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ, മാറലാണ്. അങ്ങനെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലാണ് പറഞ്ഞത് ഭയത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നമുക്ക് ഏത് കാറ്റിലും
കൊടുങ്കാറ്റിലുമൊക്കെ നമുക്ക് ഈ ഒരു ശക്തിയിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനത്തോടു കൂടി പോകാൻ കഴിയും, ആത്മവിശ്വാസത്തോടു കൂടി മുന്നേറാൻ കഴിയും. ഇത് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നതല്ല, ഒരു തരത്തിലുള്ള ആശങ്കയും നമുക്ക് ഉണ്ടാക്കുന്നില്ല. ഇത് എല്ലാ ജനങ്ങൾക്കും ഇത് എന്താ പറയാ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതിനൊറ്റ കാര്യമേ ആവശ്യമുള്ളൂ, കീഴ്പ്പെടൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് വിശ്വസിക്കുക, എന്നിട്ട് അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക, എന്നിട്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അധ്വാനം നടത്തലാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ പറയുന്ന എന്ത് കാര്യങ്ങളും അത് മനസമാധാനത്തിനുള്ള കാര്യങ്ങളായിരിക്കണം പറയേണ്ടത്. നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത നീ എണ്ണ കളയാന്നതാണ്. മ്യൂട്ട് ചെയ്ത് സംസാരിച്ച വിജയമാഷ മ്യൂട്ട് ചെയ്തു. മനസ്സിന്റെ സ്വസ്ഥത കളയുന്ന ഒരു സംഗതി അല്ല ഇത്, സ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കാരണം സംഭവിക്കുന്ന കാര്യങ്ങളെ ഈ അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് അത് എൻ്റെ മനസ്സിനെയോ എൻ്റെ പ്രവൃത്തിയെയോ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം, ആ തീരുമാനം ഈ ശക്തിയുടെ പിൻബലത്തിലാണെങ്കിൽ അത് വളരെ സുഖകരമായിട്ട് വരും. അതുകൊണ്ട് ഈ ആത്മീയ അന്വേഷണം നടത്തണമെങ്കിൽ ഞാൻ എന്നെ കുറിച്ച് അന്വേഷിക്കണം, എൻ്റെ ഉള്ളിലേക്ക് നോക്കണം. ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പുറമേക്കായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസ് വന്നതിന് ശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് ഭൂതകാലങ്ങളോടുള്ള ആ സംഭവങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ആ സംഭവങ്ങളിൽ നിന്ന് നമ്മൾ പുതിയ ലോകത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി നമ്മൾ കഴിഞ്ഞ കാലത്തിൽ നിന്നും എന്തെടുക്കണമെന്ന് തീരുമാനിക്കും. അവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള സംഗതി എടുക്കാം. ആ കാലത്തുണ്ടായ നഷ്ടങ്ങൾ എടുക്കാം, ആ കാലത്തുണ്ടായ തിരിച്ചറിവുകൾ എടുക്കാം. ഒരു നഷ്ടവും യഥാർത്ഥത്തിൽ നഷ്ടമല്ല. ആ നഷ്ടത്തിൽ നിന്ന് നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഒരിക്കല് തോമസ് ആൽവാ എഡിസൺ അദ്ദേഹം ബൾബിന്റെ ഫിലമെന്റ് കണ്ടുപിടിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. 1000-ൽ ശിഷ്ടം വസ്തുക്കള് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് കത്തുന്ന ഫിലമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. അതെല്ലാം പരാജയപ്പെട്ടു. അവസാനമാണ് ഇപ്പൊ കത്തുന്ന ഫിലമെന്റ് കണ്ടുപിടിച്ചത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും കാലം നടത്തിയ പരീക്ഷണങ്ങൾ മുഴുവനും വെറുതെ ആയില്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, ഒരിക്കലും അത് വെറുതെ ആയില്ല. കാരണം അത്രയും മെറ്റീരിയലുകൾ ഈ ഫിലമെന്റ് ആക്കാൻ പറ്റില്ല എന്ന് ഞാൻ കണ്ടെത്തി. അതെന്റെ ഒരു പഠനമാണ്. അത്രയും സംഗതി എനിക്ക് പറ്റില്ല, ഫിലമെന്റ് ആക്കാൻ പറ്റാത്തൊരു സാധനമാണെന്ന് ഞാൻ പഠിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെയാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിലെ ഓരോ നഷ്ടങ്ങളും യഥാർത്ഥത്തിൽ നഷ്ടങ്ങളല്ല, അത് അങ്ങനെ പോയാൽ നഷ്ടമുണ്ടാകും എന്ന് എനിക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് ആ പഠനമാണ് നമ്മൾ അടുത്ത മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരു നൂതനമായ ലോകത്തിലെ യുവ മനുഷ്യനായി മാറിയതിനുള്ള ഒരു സന്തോഷമാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഒരുവന്റെ കഴിവുകളെയും പിന്നെ പരിമിതികളെയും കുറിച്ചുള്ള ഒരു ബോധ്യപ്പെടൽ മാത്രമാണോ ഇത്? അല്ല, ഇതൊരു അവബോധമാണ്. അതൊരു എളുപ്പമുള്ള അവബോധമാണോ? ബ്രഹ്മാണ്ടത്തെ കുറിച്ചല്ലേ ഉള്ളതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് അതിശയകരമായ ഒരു ശക്തി ഓരോ മനുഷ്യവർഗത്തിലും ഉള്ളതായിട്ട് വന്നിട്ടുണ്ട്. വിഡ്ഢിത്തത്തിന്റെ മുഖത്തു നിന്നുള്ള അതിന്റെ ക്ഷമ ആരുടെയെങ്കിലും തലയെടുക്കണമെന്ന് നിങ്ങൾക്ക് ആവശ്യമാകുമ്പോൾ
അതിന് പകരം അതിൽ നിന്ന് മാറിപ്പോകുവാനുള്ള ഒരു വികാരം. നിങ്ങൾക്ക് അപ്പോഴും ഉണ്ട് ചില സംഗതികൾ പണം കൊണ്ട് വാങ്ങാൻ സാധിക്കാത്തവയെന്ന് നിങ്ങൾ അറിയുമ്പോൾ അത് അതിലെ നിങ്ങളുടെ അവസാന ചുംബനം നൽകൽ, അതിന്റെ അവസാന വസ്ത്രധാരണം, അത് അനുഭവപ്പെടുന്നത് ഡിന്നർ ജാക്കറ്റ് ധരിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എക്സാമ്പിൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തില് ഈ ഒരു ഇതിന്റെ ആത്മീയതയുടെ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു കുഞ്ഞായിട്ട്, ഒരു ഒന്നും അറിയാത്ത ഒരു കുഞ്ഞായിട്ട് ഇതിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ എനിക്കിതൊക്കെ അറിയാമെന്ന രീതിയിൽ ഞാൻ ഓൾറെഡി കുറെ ആശയങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതെന്താന്നുള്ള വിവരം ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാനൊരു കുഞ്ഞെന്ന നിലയിൽ ആദ്യമായി പഠിക്കുന്ന ഒരാളെന്ന, ആദ്യമായി മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ആ രീതിയിൽ നമ്മൾ മുന്നേറുകയാണെങ്കിൽ അതിലെ കാഴ്ചകൾ നമുക്ക് അത്ഭുതകരമായ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി തരുന്നുണ്ട്. ഇതിനകത്ത് പറയുന്നുണ്ട് ഒരു പുഴുവായിട്ട്, അതായത് പൂമ്പാറ്റയായി മാറുന്ന ചിത്രശലഭം പുഴു പോലെയാണെന്ന് പറയുന്നത്. ശരിക്കും ഈ ഇപ്പോഴുള്ള അല്ലെങ്കിൽ ഏര് വരുന്നതിന് മുമ്പുള്ള നമ്മൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പുഴുവാണ്. പുഴു പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് പൂമ്പാറ്റയായി പറക്കാനാണ്. അപ്പൊ പുഴു എന്ന് പറഞ്ഞാൽ പുഴുവിന്റെ ഒരു സ്വഭാവം, പുഴു സ്വഭാവം എന്നാ പറയാ. അതാണ് നെഗറ്റീവുകൾ. എന്ത് കാണുമ്പോൾ അതിനകത്ത് കുറ്റം കാണുക, ശുഭപ്രതീക്ഷ ഇല്ലാതിരിക്കുക, ആരോടും കലഹിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള എപ്പോഴും ടെൻഷൻ അടിക്കുക, ഭയപ്പെട്ടുകൊണ്ടിരിക്കുക, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് നെഗറ്റീവുകളിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് പുഴു സ്വഭാവം എന്ന് പറയുന്നത്. എന്നാൽ ഇത് പൂമ്പാറ്റ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂമ്പാറ്റ അങ്ങനെയല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമാണ് പൂമ്പാറ്റയ്ക്കുള്ളത്. എല്ലാവർക്കും വലിയ താല്പര്യമുണ്ട്. ആ പൂമ്പാറ്റ ആവണമെങ്കിൽ ആ പൂമ്പാറ്റയിലുള്ള സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കണ്ടുപിടിക്കാൻ. നമ്മുടെ ബിഗ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള 12 വാഗ്ദാനങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഈ 12 വാഗ്ദാനങ്ങൾ ആണ് ശരിക്കും ഈ പൂമ്പാറ്റയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അതില് 80ാമത്തെ പേജില് നമ്മുടെ പുരോഗതിയിലെ ഈ ഘട്ടത്തിലേക്ക് നമ്മൾ കഠിനാധ്വാനത്തിന് തയ്യാറാണ് എങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുമ്പ് തന്നെ നാം അത്ഭുത പരതന്ത്രരാകും എന്നുള്ളതാണ് ഒന്നാമത്തെ വാഗ്ദാനം പറയുന്നത്. ഇതാണ് പൂമ്പാറ്റയുടെ ഒരു സ്വഭാവം. നമ്മൾ ഒരു അതിശയകരമായ ലോകത്തേക്കുള്ള ഒരു പ്രവേശനം. ആ പ്രവേശനം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നമുക്ക് ലഭിക്കും. ഹാപ്പിയാണ്, എല്ലാ തരത്തിലും നമ്മൾ ഹാപ്പിയാണ്. ഒന്നിനെ ഓർത്ത് നമ്മൾ ആശങ്കപ്പെടുന്നില്ല. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കൊട്ടി അടയ്ക്കുകയോ ചെയ്യുന്നില്ല. നേരത്തെ എന്താ പറയാ, തോമസ് ആൽവ എഡിസന്റെ കാര്യം പറഞ്ഞ പോലെ കഴിഞ്ഞ കാലത്ത് ഉണ്ടായ ഒരുപാട് നഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നോക്കിയിട്ട് അതിനെ നമ്മൾ അടച്ചു കളയല്ല ചെയ്യുന്നത്. മറിച്ച് ഐൻസ്റ്റീൻ പറഞ്ഞത്, എഡിസൺ പറഞ്ഞതുപോലെ അതിൽ നിന്നെല്ലാം ഞാനൊരു പാഠം ഉൾക്കൊണ്ടു, എന്നിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. അതിന് നേരെ വാതിൽ കൊട്ടി അടയ്ക്കുകയോ ഇല്ല, അത് കുറച്ച് ഓർത്ത് ഖേദിക്കുകയില്ല. കാരണം അതാണ് എൻ്റെ ശക്തി എന്ന് തിരിച്ചറിയുന്നു. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും സമാധാനം എന്തെന്ന് നാം അറിയുകയും ചെയ്യും. ഇതാണ് അടുത്തൊരു സാധനം പറയുന്നത്, സമാധാനം. സ്വസ്ഥതയും സമാധാനം എന്ന് പറയുന്നത് സുഖമാണ്, സന്തോഷമാണെന്ന് പറയും. സന്തോഷം ഉണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടാവേണ്ട സംഗതിയാണ് സമാധാനം, മനസ്സിന്റെ സ്വസ്ഥത. ഈ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം അറിയണമെങ്കിൽ, സുഖം നമുക്ക് അറിയാൻ പറ്റും. അത് അറിയണമെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ പോകണം. ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിച്ചിട്ടും കാര്യമില്ല. ഈ പറഞ്ഞ ആത്മീയ തലത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ആ സുഖം അല്ലെങ്കിൽ സമാധാനം എന്തെന്നറിയാം. നാം എത്രമേൽ താഴോട്ട് പോയിട്ടുണ്ടെന്നത് ഒരു പ്രശ്നമല്ല.
നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താമെന്ന് കാണുന്നു. ഈ ആത്മീയതയുടെ ഏറ്റവും വലിയൊരു ഗുണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു സന്ദേശം മറ്റുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അത് പ്രയത്നിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ആത്മീയത കിട്ടുന്നത്. അല്ലാണ്ട് ഞാൻ ഒരു സ്വാർത്ഥത കാണിച്ചുകൊണ്ട് എനിക്ക് കിട്ടി അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതൊരു സ്വാർത്ഥതയാണ്. അതേ സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നതാണ്, നിസ്വാർത്ഥമായി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോഴാണ് ആത്മീയത ഉണ്ടാകുന്നത്. ഈ ആത്മീയത ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ ഇതിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതുണ്ടെങ്കിലാണ് ഒന്നിനും കൊള്ളാത്തവരാണ് നാം എന്ന ധാരണയും സ്വയം സഹതാപവും അപ്രത്യക്ഷമാകും. ആത്മീയത ഒരു ഈശ്വരനുമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ശക്തിയുമായിട്ട് കണക്ട് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് ഈ ഒരു സംഗതിയൊക്കെ ഒന്നും കൊള്ളാത്തവരാണെന്നുള്ള ധാരണയൊക്കെ മാറി ഞാനും ഈ ഭൂമിയിൽ എല്ലാവരെയും പോലെ ജീവിക്കേണ്ട ഒരാളാണ്, എനിക്ക് അതിനുള്ള അവകാശം ഉണ്ടെന്നും ഞാനൊരു മോശക്കാരനല്ല എന്നും എന്ന് തിരിച്ചറിയുന്നു. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിനെല്ലാം പരിഹാരം ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്തുനിന്ന് തെറ്റ് വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കുറിച്ച് ഓർത്ത് ഞാൻ സഹതപിക്കുന്നില്ല. മാറ്റമുണ്ട്. അതുപോലെ തന്നെ സ്വാർത്ഥ കാര്യങ്ങളിലുള്ള നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുന്നു. എനിക്ക് എൻ്റേത് എന്നുള്ള ചിന്തയിൽ നിന്ന് ഞാൻ മാറി വരുന്നു. മറിച്ച് ഞങ്ങൾക്ക് എന്നുള്ളതിലേക്ക്, എനിക്ക് എന്നുള്ളത് മാറിയിട്ട് ഞങ്ങൾക്ക്, ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിലേക്ക്, അവർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ പെരുമാറ്റവും സ്വഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് കഴിയുന്നത് ഈ ആത്മീയ തലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. സഹജീവികളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതും ആത്മീയ തലം വർദ്ധിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഭാഗ്യാന്വേഷണ പ്രവണത നമ്മിൽ നിന്നാകലും. നമ്മള് ഈ ആത്മീയത ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം അന്വേഷിച്ചു നടക്കില്ല, ലോട്ടറി എടുത്ത് നടക്കുകയോ അല്ലെങ്കിൽ ദൈവം പെട്ടെന്ന് നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ദൈവത്തെ പലപ്പോഴും കണ്ടിരുന്നത്. അതായത് എനിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുന്ന സമയത്ത് അതിൽ നിന്ന് കരകയറ്റി തരിക എന്നുള്ളത്. അപ്പൊ എപ്പോഴെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് അടിയന്തരമായ ഘട്ടത്തിൽ വന്ന് സഹായിക്കുന്ന ഒരാളായിട്ടാണ് ഈശ്വരീയതയെ കണ്ടിരുന്നത് മാറിയിട്ട് ഏത് സമയത്തും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ശക്തിയാണ് ഈശ്വരൻ എന്ന് ഉള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വളരുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടും മനോഭാവവും മാറുന്നു. ഇതുവരെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയിലല്ല, മറിച്ച് അവനവനും മറ്റുള്ളവർക്കും സഹായകരമായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു കഴിവ് നമ്മളിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ കുറിച്ചും ആളുകളെ കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്തെ കുറിച്ചുമുള്ള ഭയം നമ്മളിൽ നിന്ന് വിട്ടകലും. ഇനിയിപ്പോ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഓർത്ത് ചിലപ്പോൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കലാണ് സാധാരണ ഉണ്ടാവുക. അത് മാറിയിട്ട് നാളെ എന്നുള്ളത് നാളെ അല്ലേ, അത് കുഴപ്പമില്ല, കാരണം നാളെ കാര്യങ്ങൾ നോക്കാൻ ഈ പറഞ്ഞ മഹാശക്തി എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ നാളെ കുറിച്ച് ഓർത്ത് നമ്മുടെ ഭയമൊക്കെ നഷ്ടപ്പെടും. നമ്മളെ അന്താളിപ്പിച്ചിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉൾവിളിയെ കൊണ്ടെന്ന പോലെ നാം അറിയുന്നു. അതായത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ എങ്ങനെയാണ് അത് ഇടപെട്ട് തീർക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു നല്ല ധാരണ ഉണ്ടാകുന്നു. അതേപോലെ ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പെട്ടെന്ന് ബോധ്യപ്പെടും. എല്ലാം വളരെ പെട്ടെന്ന് അത്ഭുതകരമായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുള്ളതായിട്ട് നമുക്ക് ബോധ്യപ്പെടും. ഈ പറഞ്ഞ വാഗ്ദാനങ്ങളിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ശലഭ പ്രവണത എന്ന് പറയുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ശലഭമായി മാറും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് പുഴു പ്രവണത. ആ സ്വഭാവമാണ് പലപ്പോഴും നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത്. കണ്ടുപിടിക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള ഒരു മാറ്റമാണ് നമുക്കുള്ളത്.
ഏതായാലും ഒരു ഒറ്റപ്പെട്ട കാര്യം എന്തെന്നാൽ ആത്മീയതയെ കൂട്ടാളിയായ മനുഷ്യന് വായിലെ വാക്കുകളാൽ നൽകാൻ സാധിക്കുകയില്ലെന്നാണ്. അഥവാ എല്ലാ മനുഷ്യർക്കും അത് ലഭിക്കണമെങ്കിൽ എല്ലാ മനുഷ്യരും അതിനെ സമ്പാദിക്കേണ്ടതുണ്ട്. എനിക്ക് ആത്മീയത ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ മെനക്കെടേണ്ടതുണ്ട്. അവനവന്റെ സ്വന്തം കൈകളാൽ തന്നെ അവനവനെ തന്നെ അടച്ചുപൂട്ടിയിടുന്നത് അവന്റെ സ്വന്തം വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അപ്പൊ എനിക്ക് പല ദുരിതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ളതിന്റെ ഒരു മെയിൻ ഉത്തരവാദിത്വം എന്റെ തലയിലാണ്, എന്റെ കാഴ്ചപ്പാടിലാണ് എന്നാണ് പറയുന്നത്. ഏതായാലും വളരെ മനോഹരമായ ആശയമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ആ ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത ആത്മീയ അനുഭവങ്ങളെ കുറിച്ചുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് കൂടുതൽ വിശകലനം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടുതൽ പങ്കുവയ്ക്കൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ആത്മീയമായ ഉണർവിലൂടെ അവനവനെ കുറിച്ച് മനസ്സിലാക്കി എൻ്റെ ഉള്ളിലുള്ള, ശരിക്കും പറഞ്ഞാല് ഈ പടികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ആത്മീയത ഉണ്ടാവണമെങ്കിൽ ഇന്നലെ ഒരു മീറ്റിങ്ങിൽ ഞാൻ ആ പടികളെ ഒന്ന് റീവിസിറ്റ് ചെയ്തൊന്ന് വായിച്ചു നോക്കി. അതായത് ഒന്നാമത്തെ പടി പറയുന്നു, മദ്യത്തിന്റെ മുന്നിൽ ഞങ്ങൾ ശക്തിഹീനരാണ്, ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. അതിന് ചെറിയ എല്ലാ സ്ഥലത്തും ഞങ്ങൾ 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 എന്ന് പറഞ്ഞു കൊടുത്തുന്ന അത് ഞാൻ 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 എന്ന് പറഞ്ഞ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് എനിക്ക് മാറ്റം ഉണ്ടാവുക. ഞങ്ങളെക്കാൾ വലിയൊരു ശക്തി, എന്നേക്കാൾ വലിയൊരു ശക്തി എന്നാൽ ഞങ്ങളുടെ അപാകതകൾ മാറ്റുവാനായി എന്നുള്ളത് എൻ്റെ അപാകതകൾ മാറ്റുവാനായി ദൈവത്തോട് വിനയപൂർവ്വം അപേക്ഷിച്ചു. ഞങ്ങളുടെ ഇച്ഛകളും ജീവിതവും ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളിടത്ത് നിന്ന് എൻ്റെ ഇച്ഛകളും ജീവിതവും ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അതിസൂക്ഷ്മമായി ഞങ്ങൾ ഞങ്ങളുടെ എന്താ പറയാ കുറവുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് പറയുന്നത്, ഞാൻ അതിസൂക്ഷ്മമായി ഞാൻ എൻ്റെ കുറവുകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുമ്പോഴാണ് ശരിക്കും ആത്മീയത കൂടുക. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കി എൻ്റെ പ്രശ്നങ്ങളെയും എൻ്റെ കുറവുകളെയും തിരിച്ചറിഞ്ഞ് ഞാൻ ഇത് മാറ്റാൻ വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോഴാണ് എനിക്ക് മാറ്റം ഉണ്ടാവുക. അങ്ങനെ നമുക്ക് ആത്മീയ തലത്തിലേക്ക് കൂടുതൽ സഞ്ചരിക്കേണ്ടതുണ്ട്. ഞാനൊരു ചെറിയ തിരക്കിലായതുകൊണ്ടുമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു മാഷേ, താങ്ക് യു മാഷേ, താങ്ക് യു. അടുത്ത ആഴ്ചയും വരണം. ഇത്രയധികം സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. മാഷി ചോദിച്ച പോലെ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുവാനോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സമയമുണ്ട്. ഇനിയൊരു 3/4 മണിക്കൂറും കൂടി ഉണ്ട്. മാഷ് ലൈനിൽ ഉണ്ടാവും. ഞാന് ഒന്ന് ഇറങ്ങിക്കോട്ടെ, മറ്റേ ചെറിയൊരു ഓക്കെ മാഷേ, ഓക്കെ മാഷേ, നിങ്ങൾ ഷെയർ ചെയ്യട്ടോ. ഓക്കെ താങ്ക് യു മാഷേ, താങ്ക് യു. കുറച്ച് സമയം ആയിപ്പോയതിന്റെ ക്ഷമ ചോദിക്കുകയാണ്. ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ടാട്ടോ. ഓക്കെ താങ്ക് യു മാഷേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഷെയർ ചെയ്യാൻ കുറച്ച് സമയമുണ്ട്. ആരാണ് ഫ്രീ എന്നുള്ള ആള് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മുന്നോട്ട് വരിക. നമ്മൾ മൊത്തത്തില് 16 പേരുണ്ട്, ഞാനടക്കം. ആരെങ്കിലും മുന്നോട്ട് വന്ന് ഷെയർ ചെയ്യുകയായിരുന്നെങ്കിൽ. പ്രസാദാ, കേൾക്കാവോ സാറേ? കേൾക്കാം പ്രസാദ, പറയൂ. അമിത മദ്യപനാണ്. കൂട്ടായ്മയില് നിരന്തരം സഞ്ചരിക്കുന്നുണ്ട്. ദൈവാനുഗ്രഹമുണ്ട്. ഇന്ന് മദ്യപാനം കഴിച്ചിട്ടില്ല. ഹായ് പ്രസാദ. പേര് പ്രസാദ് പണിക്കർ, മംഗലാപുരം. സുഹൃത്തുക്കളെ, ഹായ്. ഈ ഞാൻ കൂട്ടായ്മ കിട്ടിയതിന് ശേഷം 2 പ്രാവശ്യം സ്ലിപ്പായിരുന്നു. ആ സ്ലിപ്പ് ശേഷം
സത്യം പറഞ്ഞാല് കൂട്ടായ്മനെ കെട്ടിപ്പിടിക്കണം എന്ന് പറയുന്നുണ്ട്. ആഹ് ഈ സത്യം പറഞ്ഞാല് ചില സമയത്ത് ഞാന് ഈ മീറ്റിങ്ങിൽ കയറുന്ന എനിക്ക് തന്നെ അത് തോന്നല് ഒരുമാതിരി വിജയേട്ടനോട് വന്ന് ചോദ്യത് എന്ന് വെച്ചാല് ഇതിനൊരു ആൻസർ. എന്നാല് ഈ കൂട്ടായ്മയിൽ കയറുന്നത് ഈ കെട്ടിപ്പിടിക്കുന്ന കൊണ്ടും ഒന്നും തോന്നുന്നില്ല. അത് ഞാൻ പേടിച്ചിട്ടാ ഇപ്പൊ കയറുന്നത്. പേടിയുണ്ട്. പേടിച്ചുകൊണ്ട് പേടിച്ച് എഴുതി പോകുന്നുള്ള ഒരു പേടി കൊണ്ട് ഞാൻ കേറുന്നത് ഇപ്പൊ. സത്യം പറഞ്ഞാല് അത് പറഞ്ഞാല് കേറിയിരിക്കുക കൂട്ടായ്മയിൽ. ഈ ആത്മാർത്ഥമായിട്ട് കൂട്ടായ്മയിൽ കയറുന്നതും പിന്നെ പേടിച്ചിട്ട് കയറുന്നതും എന്നാന്ന് അതിലോട് എന്നാ വ്യത്യാസം എന്നാന്ന് പറഞ്ഞുതരോ എന്നാ വിജയേട്ടാ? എനിക്കിപ്പോ സത്യം പറഞ്ഞിട്ട് കുറെ കാലമായിട്ട് ഞാൻ 8:30 ചില മീറ്റിങ്ങിൽ കയറുന്നത് ഇത് ഞാൻ എന്നെ തന്നെ പേടിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടോ വിജയേട്ടാ? വിജയൻ മാഷ് ഇറങ്ങാന്നല്ലേ പറഞ്ഞത്? അതെ അതെ അതെ, വിജയൻ മാഷ് ഇറങ്ങി, നേരത്തെ പോണെന്ന് അപ്പൊ പറഞ്ഞായിരുന്നല്ലോ. വിജയൻ ശരി ശരി മാഷിനോടുള്ള ഓക്കെ. ചോദ്യമായിട്ട് ചോദിക്കും, വിജയേട്ടാ നമുക്കൊരു അനുഭവം ഷെയർ ചെയ്യാന്നാണ് ഞാൻ ആള് സോറി ഞാൻ അറിഞ്ഞില്ല. വിജയൻ മാഷ് ഇറങ്ങിയത് എനിക്ക് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അധികമായിട്ട് ഞാൻ അതുപോലെ ഇപ്പൊ കൂട്ടായ്മയിൽ ഒരു ഞാൻ സത്യം പറഞ്ഞാല് 2 പ്രാവശ്യം സ്ലിപ്പായതിനു ശേഷം സെക്കൻഡ് സ്ലിപ്പ് ഭയങ്കര ഭയാനകമായിരുന്നു. എന്നുവെച്ചാല് ഞാന് ആദ്യമൊക്കെ വിചാരിച്ചത് എന്റെ ലിവറിനും കിഡ്നിക്കും ഒക്കെ തകരാറ് വരും എന്നുള്ള ഒരു പേടിയായിരുന്നു പണ്ടൊക്കെ. പിന്നെ അതിനുശേഷം എനിക്ക് ബ്രെയിനില് എനിക്ക് ഹലൂസിനേഷൻ പിന്നെ ഫീഡ്സ് മാതിരി തലയിലൊക്കെ പ്രോബ്ലം. ഞാൻ ഒറ്റക്കായിരുന്നു വീട്ടില്. എന്റെ ഭാര്യ മരിച്ചുകൊണ്ട് പിള്ളേരൊക്കെ സ്കൂളിൽ പോയപ്പോ സമയത്ത് ഞാൻ കുടിച്ചിട്ട് കുടിക്കാൻ പറ്റാണ്ട് അവസാനം വൊമിറ്റ് ആവുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ നിർത്തുമായിരുന്നു. നിർത്തിയ സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഭയങ്കര പ്രശ്നമായിരുന്നു. ആ പ്രശ്നങ്ങള് എന്ന് വെച്ചാല് ഒരുമാതിരി ഷോക്ക് അടിച്ച പോലെയൊക്കെ ആവുന്നു. കാലിന് തലക്കൊരു ഷോക്ക് കയറിയ പോലെ പെട്ടെന്ന്. കുടിച്ചിട്ടില്ലായിരുന്നു. 2-3 ദിവസത്തിൽ ഞാൻ കുടിക്കാണ്ട് വീട്ടിൽ കിടന്നായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ജോലിക്ക് പോകാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫുഡും കഴിക്കാൻ പറ്റില്ല. ആ സ്ഥിതിയിൽ ഞാൻ എത്തിയായിരുന്നു അവസാനത്തെ സെക്കൻഡ് സ്ലിപ്പിൽ. അതിനുശേഷം ഞാൻ മെല്ലെ റിക്കവറി ആയിട്ട് മെല്ലെ എണീച്ചിട്ട് ജോലിക്ക് പോയതാ. പോയിട്ട് കുറച്ച് ഊണ് കഴിച്ചിട്ട് റിക്കവറി ആയിട്ട് അതിനുശേഷം പക്ഷെ അന്നേരം 3 ദിവസവും ഞാൻ കണ്ടിന്യൂസ് ഞാൻ ഇതില് മലയാളം മീറ്റിംഗിന്റെ ലിങ്ക് നോക്കിയിട്ട് എനിക്ക് ജയൻ എന്ന് പറയുന്ന ആള് ഇത് മംഗലാപുരത്തിന്റെ ജയേട്ടൻ എന്ന് പറയുന്ന ഒരാള് ലിങ്ക് അയച്ചു തന്നാണ്. ദൈവാനുഗ്രഹം കൊണ്ട് അയാൾ അയച്ചു കഴിഞ്ഞ് ആ മീറ്റിംഗിന്റെ ലിങ്ക് നോക്കിയിട്ട് ഞാൻ കംപ്ലീറ്റ് മീറ്റിംഗ് കേൾക്കുമായിരുന്നു. പിന്നെ ബിഗ് ബുക്ക് സ്റ്റഡി ഒക്കെ രാത്രിയൊക്കെ കേൾക്കുമായിരുന്നു. പിന്നെ 2-3 ദിവസം ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ലായിരുന്നു. രാത്രി മുഴുവൻ മീറ്റിംഗ് കേൾക്കും. പിന്നെ അവസാനം എന്തെങ്കിലും യൂട്യൂബിലൊക്കെ നല്ല പ്രോഗ്രാം ബെസ്റ്റ് സ്പീച്ച് ഇൻ മലയാളം എന്നെല്ലാം കേട്ടിട്ട് പിന്നെ അവസാനം രാവിലെയും മീറ്റിംഗ് കേട്ടിട്ട് കഴിഞ്ഞു കൂടിയായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ആ ബ്രെയിനിന് ഒരു ഷോക്ക് അടിച്ച പോലെയൊക്കെ ആവുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു പേടിച്ച് അവസാനം കയറിയതാണ് മീറ്റിംഗില്. പിന്നെ ഇപ്പൊ റിക്കവറി ആയിട്ടുണ്ട്. എന്നാലും ആ സ്ലിപ്പിന്റെ ഭയങ്കര പേടിയുണ്ട് എനിക്ക്. ഇതേപോലെ ഈ കൂട്ടായ്മയില് മലയാളം മീറ്റിംഗ് കർണാടക മീറ്റിംഗ് ഉണ്ട്. 12 മണിന്ന് 1 മണി വരെ, പിന്നെ 3:30 മണിന്ന് 4:30 മണി വരെ കർണാടക മീറ്റിംഗ് ഉണ്ട്. കർണാടക മീറ്റിംഗ് ഒരു മീറ്റിംഗ് ഞാൻ കയറുന്നുണ്ട്. പക്ഷെ മലയാളം മീറ്റിംഗ് മിസ് ചെയ്യില്ല. ഒരു ഡെയിലി ഞാൻ മലയാളം മീറ്റിംഗിൽ കയറുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാല് മലയാളം മീറ്റിംഗില് ഈ ഒരു നേട്ടം ഉണ്ട് എനിക്ക്. എന്ന് വെച്ചാല് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഇത് സൈക്കാട്രിസ്റ്റോട് സംസാരിക്കുന്നത് കർണാടകത്തിൽ ഇവിടെ ഇല്ല. അത് സൈക്കാട്രിസ്റ്റിന്റെ സംസാരിച്ചാൽ സയന്റിഫിക്കൽ ആയിട്ടുള്ള നല്ല നേട്ടം കിട്ടുന്നുണ്ട് ഇതില്.
അത് മോശമെന്നല്ല, ഞാൻ താത്തി പറയുന്നല്ല. എന്നാലും ഇതിലൊരു നോളജ്, പിന്നെ നല്ല ഷെയറിങ് നല്ല കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. ഇതേപോലെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു പ്രസാദ്, താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ആരാണ് സുഹൃത്തുക്കളെ? ആ, ആരോ ഒരാൾ മൈക്ക് ഓൺ ചെയ്തായിരുന്നല്ലോ. ജോളി ചേട്ടനാണോ? ഹലോ. സുഹൃത്തുക്കളെ, അമിത മദ്യാസക്തൻ ഏടെ കൂട്ടായ്മയാലും ദൈവകൃപയാൽ എന്ന ദിവസം ഞാൻ മദ്യപിച്ചിട്ടില്ല. എന്റെ വിഷിപ്പു ഹായ് ശിവചേട്ടാ, ഹായ്. ശുഭോട്ടാ. ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞൊരു ചേട്ടൻ പറഞ്ഞ പോലെ ഭയം, ഏതിനെയും ഭയം. ശരിക്കും പറഞ്ഞ എന്റെ ജീവിതാനുഭവത്തില് ഞാന് എല്ലാം തകർന്നു, കുടിച്ചു, നശിച്ചു, കൂടെ വന്നു, വീണ്ടും സ്ലിപ്പ് ആവുന്നു. എനിക്കറിയത്തില്ല എന്നിൽ എന്തോ പറ്റിയാണ്. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമില്ല. എല്ലാരും ചാടാന്ന് പറഞ്ഞു, വീട്ടുകാരെല്ലാം ഉൾപ്പെടെ. അപ്പോഴും എനിക്കറിയത്തില്ല. മീറ്റിംഗ് ഞാൻ 6 വർഷമായിട്ട് പോയിട്ടും എന്തോന്ന് അറിയത്തില്ല. അവസാനമാണ് ഈ 1.5 വർഷം മുമ്പുള്ള എന്റെ അവസാനത്തെ ഒരു നിമിഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സ്പോൺസർ എന്നോട് പറഞ്ഞു, ഷിബു നീ അത്യാവശ്യമായിട്ട് പടി ചെയ്താലേ നിനക്ക് ജീവിതത്തിൽ ശരിക്കും ഒന്ന് പിടിച്ചു നിൽപ്പെങ്കിലും ഉള്ളൂ. കുടിക്കാത്ത കുടിയനായിട്ട് പോയി നിനക്ക് നിൽക്കാൻ പറ്റില്ല. അത് പടി സ്റ്റാർട്ട് ചെയ്ത് നിന്റെ ജീവിതത്തിന്റെ രീതി മാറ്റണം. അപ്പോഴാണ് ശരിക്കും ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞൊരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ഭയം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വിജയൻ ചേട്ടന്റെ അത് കണ്ടോണ്ട് ഞാൻ ഓടി വന്നത്. കാരണം ആത്മീയത, ദൈവവുമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞ ഈ 1.5 വർഷം മുമ്പ് എന്നെ ബാധിച്ച മൊത്തം ഭയമാണ്. എനിക്ക് ഒരാളോട് നോ പറയാൻ പറ്റത്തില്ല. ഭയം. മനുഷ്യരുടെ മുന്നിൽ മീറ്റിങ്ങിന് പോയിട്ടും മറ്റുള്ളവരോട് മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. ഭയം. അപ്പൊ എന്റെ ഉള്ളിൽ കള്ളത്തരങ്ങളെ, ആത്മീയത. അങ്ങനെയാണ് ഞാൻ ദൈവത്തെ എനിക്ക് ഇഷ്ടമില്ലാതെ ഇഷ്ടപ്പെട്ട് ദൈവം എന്തോ ആണെന്നും ആ ദൈവം എന്റെ ജീവിതത്തിൽ എന്ത് പ്രവർത്തിക്കുമെന്നും ഈ 1.5 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ട് വെളിച്ചത്തിൽ പറയുകയാണ്. ആത്മീയമായി ദൈവത്തോട് മൊത്തം സറണ്ടറായി ദൈവം മുമ്പാകെ എന്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ആ ദൈവത്തെ വിശ്വസിച്ച് പോയപ്പോൾ എന്നെ ബാധിച്ച ഒത്തിരി ഭയങ്ങള് മനുഷ്യരോട് ഫേസ് ടു ഫേസ് നോക്കാൻ പറ്റി. മദ്യമില്ലാതെ ഒരാളോട് സംസാരിക്കാൻ പറ്റി. നോ എന്ന് പറയാൻ പറ്റുന്നു. ഇതെല്ലാം എന്നെ കൊണ്ട് സാധിച്ചത് സത്യസന്ധമായുള്ള എന്റെ ദൈവത്തോടുള്ള ഏറ്റുപറച്ചിലും പിന്നീട് ഞാൻ എന്തോ പ്രവർത്തിച്ചു നോക്കി. ചെറിയൊരു കള്ളത്തരങ്ങൾ പോലും എന്റെ ജീവിതത്തിൽ വേണ്ട. ഒരു കള്ളത്തരം കാണിച്ചാൽ അത് പ്രശ്നമാണ്. അഥവാ എന്നിൽ നിന്ന് ഒരു വാക്കിലോ, വൈകിട്ട് ഞാൻ കിടക്കാൻ നേരത്തെ ഒരു ഇൻവെന്ററി എടുക്കുമ്പോൾ ദൈവത്തോട് പറയും, ദൈവമേ ഇന്നൊരു ചെറിയ തെറ്റെന്നിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കത് കണ്ടെത്താൻ പറ്റിയിട്ടു. അങ്ങനെ ഞാൻ ഒന്ന് ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ശ്രമിച്ചപ്പോഴാണ് ഈ ഭയം എന്നിൽ നിന്ന് വിട്ടകലാൻ. അപ്പം ഈ ഭയം എന്നിൽ നിന്ന് മാറ്റി ദൈവമേ ഞാൻ എന്താകാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ തട്ടിയോ. മനുഷ്യരെ കാണിക്കാനോ വീട്ടുകാരെ നാട്ടുകാരെയോ ഇല്ല, എന്റെ ദൈവത്തോട് ഞാൻ നെഞ്ചു കീറി പറയുമോ. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എന്നിൽ നിന്ന് ഭയം വിട്ടുപോയി. കാരണം പിന്നെ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം പറയാം, എന്റെ ഉള്ളിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിലേ എന്റെ ഉള്ളിൽ ഭയം വരുന്നു. അപ്പൊ ഈ 1.5 വർഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് എനിക്ക് ഇനി ഒന്ന് കള്ളത്തരത്തിനെ വീണ്ടും പഴയ ഷിബുവിലോട്ട് ഞാൻ അതും എനിക്ക് ടേസ്റ്റ് ചെയ്തു. കാരണം 1.5 വർഷം വരെയും ഞാൻ ആ ഒരു പടികളൊക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നു. പിന്നീട് എന്നിൽ ആ ആത്മീയത പതുക്കെ ഞാൻ തന്നെ ഒന്ന് അയഞ്ഞു. ആത്മീയത മാറിക്കഴിഞ്ഞപ്പോൾ ഈ സാധനം എല്ലാം പഴയ ഷിബുവിലോട്ട് പോകുന്നതും 1 മാസം കൊണ്ട് ഞാൻ അനുഭവിച്ചു. എന്നെ അസ്വസ്ഥനാക്കി. പള്ളിയിൽ പോണേ പോകാം, മീറ്റിങ്ങിന് പോയാൽ പോകാം. ഏതാ ഇത്രയും എന്നെ ദൈവം രക്ഷിച്ചെടുത്തു എന്നാണ് ഈ സംഭവം. അപ്പം എന്റെ കിടക്കുന്ന ഈ ആസക്തിയാണ് എന്നെ കൊണ്ട് ഇതാക്കുന്നതെന്നും എനിക്ക് നാളെ കുറിച്ചുള്ള വ്യാകുലതകളെ, ഭയങ്ങൾക്ക് പതുക്കെ കയറി വന്നപ്പോഴേ ഞാൻ വീണ്ടും മുട്ടി ദൈവമേ എന്നോട് തെറ്റ് ചെയ്തു പോയി, ഞാൻ അങ്ങനെ നകർന്നു പോയി എന്ന് പറഞ്ഞ് വീണ്ടും വന്നപ്പോൾ എന്റെ സ്വസ്ഥത സമാധാനം വന്നു. അപ്പൊ ഈ ദൈവവുമായിട്ടുള്ള ഒരു ആത്മീയ സമ്പർക്കം ഇല്ലാതെ എനിക്ക് മീറ്റിങ്ങിന് പോലും പോയിട്ടൊന്നുമില്ല. കാരണം എന്റെ ഉള്ളിൽ കപടത വെച്ചിട്ട് ഞാൻ മീറ്റിങ്ങിന് പോയ മീറ്റിംഗ് എന്നെ പ്രവർത്തിക്കുന്നതല്ല. അങ്ങനെ ഞാൻ അപ്പൊ എനിക്ക് നല്ല ഉറപ്പുണ്ട് ദൈവം എന്റെ അടുത്തുണ്ട്. ഞാൻ ആ ദൈവത്തോട് നകന്നു പോകുന്നേ ഉള്ളൂ. എപ്പോ വിളിച്ചാലും എന്റെ ദൈവം എന്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തോട് സറണ്ടർ ചെയ്ത് സത്യസന്ധനാകാൻ ശ്രമിക്കുകയും അതെന്റെ ജീവിതത്തിലോട്ട് ചെറിയൊരു കള്ളത്തരം പോലും. ഇപ്പൊ ഒരു ബജിക്കടയിൽ പോയി, പണ്ടൊക്കെ വെള്ളം മേടിക്കുമ്പോൾ സമയം ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിൽ പോലും തിരക്കുള്ള ഒരു ബജിക്കടയിൽ പോയിട്ട് 4ഉം 5ഉം ബജി കഴിക്കും. 5 ബജി കഴിച്ചിട്ട് എത്ര ചേട്ടാന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും ചേട്ടൻ എത്ര കഴിച്ച്? 2 എണ്ണം. അപ്പൊ ഒരു 30 രൂപ ലാഭിക്കുന്നേ. 300 400 രൂപ എന്റെ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ ആ ഒരു കള്ളത്തരത്തിനെ പോലും ഞാൻ എടുത്തു എന്റെ ജീവിതത്തിലോട്ട് സ്പോൺസർ. അതായത് മൈന്യൂട്ടായിട്ട് ഞാൻ ചെയ്ത ചെറിയ കള്ളത്തരത്തിനെ പോലും ഞാൻ അത് എഴുതി ദൈവം മുമ്പാകെ സമർപ്പിച്ചു. മനുഷ്യരോട് പറയുന്നതിന് മുമ്പ് ആദ്യം ദൈവത്തോട് ദൈവമേ ഞാൻ ഇങ്ങനെ ഒത്തിരി പാപങ്ങള്, കള്ളത്തരങ്ങൾ ഞാൻ ഏറ്റു പറഞ്ഞിട്ട് ഇനി ഞാൻ അത് ആവർത്തിക്കത്തില്ല. ചെറിയ കള്ളത്തരത്തിനെ പോലും ഞാൻ നിയന്ത്രിക്കും. പിന്നെ മനുഷ്യനാ, എന്റെ ജീവിതത്തിൽ കള്ളത്തരം പറ്റിപ്പോയിട്ടുണ്ട്. അറിയാതെയോ ഫോണിൽ കൂടെയോ ഒക്കെ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ വൈകിട്ട് ഞാൻ കിടക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഇന്ന് ഞാൻ എന്തൊക്കെ പറഞ്ഞു. ദൈവം എന്നോട് ക്ഷമിച്ചു.
നാളെ ഞാൻ ഇത് ആവർത്തിക്കത്തില്ല. അങ്ങനെ ഒരാഴ്ചയായപ്പോഴത്തേക്ക് എന്നിൽ നിന്ന് ആ കള്ളത്തരങ്ങൾ മാറിയപ്പോൾ എനിക്ക് ഭയം അങ്ങ് പോവാ. ഭയങ്ങൾ മാറി. കാരണം എന്റെ ഉള്ളിൽ കള്ളത്തരം വരാനുള്ളതിന് ഭയമില്ല. മനുഷ്യരോട് നോ പറയാൻ. പിന്നെ എനിക്ക് ഒത്തിരി തകർക്കാൻ പറ്റാത്ത ഒത്തിരി മാനസിക വശങ്ങൾ, ഇമോഷൻസ്, എല്ലാത്തിനും ഞാൻ അഡിക്റ്റഡാ. മനുഷ്യരോട് ഒരു സ്നേഹത്തിന് പോയ ആ സ്നേഹത്തിന് മുമ്പ് ഞാൻ അടിമപ്പെട്ടു പോകും. എല്ലാത്തിനും ഞാൻ അടിമപ്പെടുന്ന ഒരു സ്വഭാവ വൈകല്യമുള്ള ഒരാള്. അമിതമായ ചിന്തകൾ, ഇതെല്ലാം എന്നെ തകർക്കുന്നു. ദൈവമേ, ഇന്ന് ഞാൻ എന്റെ ചിന്തകൾക്ക് മുന്നിൽ ശക്തിഹീനാണ് ദൈവമേ എന്നൊക്കെ പറഞ്ഞ് രാവിലെ തുടങ്ങുമ്പോൾ എന്നിൽ ഈ ചിന്തകൾ നശിക്കുകയും വ്യാകുലവും വെപ്രാളവും ഒക്കെ വരുമ്പോൾ നമ്മൾ ദൈവമേ മാറ്റുവാൻ പറ്റാത്ത പ്രാർത്ഥനയും ചൊല്ലും. ദൈവത്തോട് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ശക്തി, അതാണ് ആ ദൈവം എന്നിൽ പ്രവർത്തിച്ച ദിവസങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ 1.5 വർഷം, അല്ലെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം നേരിട്ടെന്നറിയും 1.5 വർഷം മുമ്പ്. ഇതിനെക്കാട്ടി മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നം പോലും എനിക്ക് മദ്യപിക്കാതെ തരണം ചെയ്യാൻ പറ്റാത്ത ഞാൻ ഈ വലിയ വലിയ പ്രശ്നം, ഞാൻ ചില സമയങ്ങളിൽ രാത്രി വന്ന് കിടക്കാൻ അയ്യോ ഇനി ഇത്രയും പ്രശ്നത്തിന് ഞാൻ എങ്ങനെ ഫേസ് ചെയ്തു. പക്ഷെ അതാണ് ദൈവം. ശരിക്കും ദൈവത്തെ ഞാൻ കണ്ടെത്തി. ആ ദൈവത്തിൽ നിന്ന് അവസാനം ഈ സമയങ്ങളിലൊക്കെ നിരാശയൊക്കെ എന്നെ കയറി വരുമ്പോൾ അതിന്റെ മെയിൻ ഉദാഹരണം ഉള്ളൂ, ആത്മീയത എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും ആ പഴയ ഷിബിലോട്ട് പോയിട്ട് കുടിക്കാനുള്ള ശ്രമമാണ്. കുടി എന്ന് പറയുമ്പോൾ തന്നെ എന്റെ ഉള്ളിൽ നിന്ന് വരും. കാരണം ഞാൻ അതുപോലെ അനുഭവിച്ചൊരു വ്യക്തിയായതുകൊണ്ട് ദൈവമേ ഞാൻ നിന്നിൽ തന്നെ മുറുകെ പിടിക്കുന്നു. അങ്ങനെ വരുന്ന എന്തോ ഒരു മാനസിക ഇതിലാണ് ഇന്നത്തെ ഒരു വിഷയം കണ്ടതും ആത്മീയത എന്താണ്. ശരിക്കും അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇത് പറയാനുള്ള കാരണം ചാടി വന്ന് പറയണം. കാരണം ആ ചേട്ടൻ പറഞ്ഞാല് ഞാൻ എന്തിനാ നമ്മൾ ഭയക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ദൈവം മുമ്പാകെ ദൈവത്തോട് നമ്മൾ ഇപ്പോഴും സറണ്ടർ ആയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയും ഏടെ മീറ്റിങ്ങിന് നിരന്തരമായിട്ട് പോകൂ നീ കുടി നിർത്തുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ 6 വർഷമായിട്ട് ഏടെ മീറ്റിംഗ് നിരന്തരം പോകുന്നുണ്ട്. പക്ഷെ എന്റെ ഉള്ളിൽ മൊത്തം കള്ളത്തരവും എല്ലാം വഞ്ചന എല്ലാം വെച്ചിട്ട് ഞാൻ ഓപ്പൺ ഷെയറിങ്ങിൽ പറയുന്നത് ഞാൻ കുടിച്ചിട്ടില്ല, ദൈവകൃപയിൽ ഇന്ന് കുടിച്ചിട്ടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മറ്റുള്ളവർ ഷെയറിങ് പോലും മനസ്സില്ലാ മനസ്സോട് 1.5 മണിക്കൂർ കേട്ടിട്ട് ഞാനിങ്ങ് പോരുവാ. ഞാൻ 2 മാസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും കുടിക്കുക. ശരിക്കും ഞാൻ ദൈവമേ എനിക്ക് രക്ഷപ്പെടണം, എന്റെ ഉള്ളിൽ കളങ്കം വരല്ലെന്ന് പറഞ്ഞപ്പോഴേക്കും മറ്റുള്ളവർ ഷെയറിങ് കേൾക്കാൻ പറ്റി. എന്റെ ഉള്ളിൽ തുറന്നങ്ങ് പറയ്ക്കുക. എന്റെ ഉള്ളിൽ എന്തെല്ലാം നടന്നിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ അതൊക്കെ പറയുന്നു. ഇന്ന് എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തി ഈ ദൈവത്തെ കണ്ടെത്തിയപ്പോഴോ ഇന്ന് ഞാൻ ചെയ്ത കള്ളത്തരങ്ങൾ അത് ഏറ്റുപറയാൻ എനിക്കൊരു മടിയില്ലായിരുന്നു. എന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാം ഓപ്പൺ ഷെയർ ചെയ്യുക. ഓപ്പണായിട്ട് എനിക്ക് അപ്പോൾ ഞാൻ റീഫ്രഷ് ആവുന്നു. സത്യസന്ധമായിട്ട് വരുന്നതുകൊണ്ട് എന്റെ ഈ 1.5 വർഷം കൊണ്ട് എനിക്ക് കുടി നിർത്താൻ പറ്റും. അതുകൊണ്ട് ആ ചേട്ടനോട് എന്റെ ഒരു അനുഭവത്തിൽ പറയുവാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും മനുഷ്യരോടല്ല ആ ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ ആദ്യം സറണ്ടർ ചെയ്യുമ്പോൾ, നമ്മളൊരു ദൈവത്തിന്റെ ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ നമ്മൾ ആ ദൈവത്തോട് സറണ്ടർ ചെയ്ത് മുട്ടുക ആരും കേൾക്കാതെ നമ്മൾ പറയുമ്പോൾ ആ ദൈവം മുമ്പാകെ നമ്മൾ സത്യസന്ധരായാൽ, ഞാൻ സത്യസന്ധനായപ്പോൾ എനിക്ക് ആ ഒരു ദൈവത്തോട് ഏറ്റുപറയും, ദൈവം എന്നിൽ പറ്റിപ്പോയിട്ടുണ്ട്, ഇനി ഞാനിത് ആവർത്തിക്കത്തില്ല. വീണ്ടും ഞാൻ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവമേ ഇന്ന് ആവർത്തിക്കത്തില്ല. 2 പ്രാവശ്യം തെറ്റ് ആവർത്തിക്കത്തില്ല പറയുമ്പോൾ 3-ാമത്തെ ദിവസം എനിക്ക് അത് മാറാൻ പറ്റും. അങ്ങനെ വന്നപ്പോൾ ദൈവം നമുക്ക് എന്റെ ഉള്ളിൽ കള്ളത്തരങ്ങൾ മാറിയപ്പോൾ എന്നിൽ നിന്ന് ഭയം പോയി. ദൈവം എന്നുണ്ട്. അപ്പൊ എന്ന് ഞാൻ ഈ ദൈവത്തിൽ നിന്ന് വിട്ടുപോയോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോലും ഞാൻ അവിടെ ചുമ്മാ ഒരു മൂടുപടം വരും. കാരണം മറ്റുള്ളവർക്ക് അറിയത്തില്ല എന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് സത്യസന്ധമായിട്ട് പോകുന്നതുകൊണ്ട് എന്റെ ജീവിത അനുഭവങ്ങളൊന്ന് പറയാൻ ശ്രമിച്ചു. ചേട്ടൻ അതൊന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. സ്പോൺസറെ കണ്ടെത്തി എന്നെ കണ്ടെത്താൻ ശ്രമിക്കട്ടെ. ദൈവം ചേട്ടനെ അനുഗ്രഹിക്കട്ടെ. ഈ സുബോധാവസ്ഥ നിലനിർത്താൻ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെ എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശിവചേട്ടാ. താങ്ക് യു സോ മച്ച്. നല്ല ഷെയറിംഗ് ആയിരുന്നു. താങ്ക് യു. കൂടുതൽ അടുത്താരാണുള്ളത്? നമുക്ക് സമയമുണ്ട്, 1.5 മണിക്കൂർ നീണ്ടു കിടക്കുന്നുണ്ട്. വേഗം വരൂ. ഞാൻ വരട്ടീനു. പ്രതിവേട്ടാ പറയൂ. ഞാനൊരു അമിത മദ്യാസക്ത രോഗി. ദൈവകൃപയാലും കൂട്ടായ്മയിൽ സഞ്ചരിക്കുന്നതുകൊണ്ടും ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് പ്രദീപ്. ഹായ് പ്രതിവേട്ടാ. എല്ലാവർക്കും നല്ല ദിനങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും മാഷ ക്ലാസ് ആത്മീയമായതോടുകൂടി ഉള്ള ഈ ക്ലാസ്സിനോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്താ വെച്ചാൽ ഞാനൊരു 10-26 വർഷമായിട്ട് ആത്മീയത പിന്തുടരുന്ന ഒരാളാണ്. എന്നിട്ടും മദ്യം നിർത്താൻ പറ്റാണ്ട് ഞാൻ പരാജയപ്പെട്ടതാ. ആത്മീയതയിൽ കൂടി മാത്രം മദ്യം നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെ കൂട്ടിപ്പിടിച്ചും കെട്ടിപ്പിടിച്ചും പോകണം എന്നൊക്കെ എല്ലാവരും പറയണത്. നമ്മൾ അതിനെ തടുത്തു നിർത്താൻ പറ്റും. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നിയന്ത്രിച്ചു പോകാൻ പറ്റും. മോഹങ്ങളെ ഒരു പരിധി വരെ അണക്കെട്ടി നിർത്താനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ചിലർക്കൊക്കെ അത് വിജയകരമാവും. പക്ഷെ നമ്മളെ പോലെയുള്ള മദ്യാസക്തർക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെ മദ്യപിക്കുന്ന കുറച്ച് പേരൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഈ ആശ്രമ ഇതിലേക്ക് കൊണ്ടുവന്ന് നേരാക്കി വിട്ടിട്ടുണ്ട്. അവർ ഇന്നവരെ മദ്യപിച്ചിട്ടില്ല. അപ്പൊ ഞാൻ കൊണ്ടുവന്നവര് നന്നായി നടക്കും. പക്ഷെ ഞാൻ പലപ്പോഴും വഴിതെറ്റി പോവാ.
ഈ മദ്യപാനത്തിൽ മാത്രം, വേറെ ദുശീലങ്ങളിലൊന്നുമില്ല. പക്ഷെ അപ്പൊ ഈ ഈ എയിൽ വന്നപ്പോഴാണ് എനിക്ക് ഈ മദ്യത്തിൽ നിന്ന് ഒരു ഇത് കിട്ടി. അത് നമ്മുടെ ആ ഡിസീസ് മനസ്സിലാക്കി, ആ ഡിസീസിനെ നമ്മൾ പേടിക്കുന്നുണ്ട്. ആ ഭയം നമുക്ക് ഉണ്ടാവുന്നത് ഒരു കാരണത്താൽ ഡിസീസിനോടുള്ള ഭയം. ഞാനൊരു മദ്യാസക്തനാണ്. ഞാൻ അതിനെ ശക്തിനെ ഭയന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. പക്ഷെ ദൈവത്തിനെ ഭയക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളൊക്കെ വളരെ സ്വീകാര്യനാണ്, സുഹൃത്തിന്, അച്ഛനാണ്, ഒരു പിതാവായിട്ട് കാണാം. പല മതങ്ങളിലും പറയുന്നുണ്ട് എൻ്റെ പിതാവിനോട്, നമ്മുടെ പിതാവിനോട് പറയാനുള്ള ഇതിൽ തന്നെ പറയുന്നത്. അപ്പൊ ആ പിതാവ് ഒരിക്കലും ഒരു മകനെ ശിക്ഷിക്കുവാനോ ബുദ്ധിമുട്ടിക്കാനും പറ്റില്ല. പിന്നെ ഇപ്പൊ നേരത്തെ ഷിബുച്ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ഒരു വെള്ള പേപ്പർ പോലെ ആക്കുമ്പോൾ നമുക്ക് പേടിക്കാവുന്ന കറുത്ത പാടുകളോ കറുത്ത കുത്തുകളോ ഇല്ലാണ്ട് മനസ്സിനെ കഴുകി വൃത്തിയാക്കാൻ തന്നെ നമ്മുടെ ഈ പടികളിലൊക്കെ നമ്മൾ പ്രവർത്തിച്ചു വരുന്നത്. അവസാനമാണ് നമ്മൾ സേവനത്തിലേക്ക് എത്തുന്നത്. നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളിലുള്ള ആത്മീയത കൂട്ടിക്കൊണ്ട് അവസാനം നമ്മളിലുള്ള ദൈവാംശത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ വസിക്കുന്ന ദൈവത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് മനസാക്ഷി കുത്തും എല്ലാം വരുന്നുണ്ട്. പണ്ടൊക്കെ വന്നിരുന്നു, പക്ഷെ അവസാനം നമ്മൾ കുത്തുമ്പോൾ നമ്മൾ അതിനെ കണക്കാക്കാണ്ടിരിക്കുമ്പോൾ പിന്നെ കുത്ത് തന്നെ നിന്നുപോയി. പഴയ കാരണന്മാരൊക്കെ പറയും, എനിക്ക് അത് എൻ്റെ മനസാക്ഷി കുത്ത് വരും, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പണ്ടൊക്കെ നമ്മുടെ നാട്ടുകളിലൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇന്നിപ്പോ അങ്ങനെയൊന്നും ഇല്ല. എല്ലാവർക്കും ആ മനസാക്ഷിയല്ല, അവനവന്റെ വിജയം കാര്യങ്ങളൊക്കെ ആയി പോയപ്പോഴാ. പിന്നെ മാഷ് പറഞ്ഞു നമ്മൾ നല്ല കാര്യങ്ങൾ, നമ്മളിപ്പോ എയിൽ വന്നപ്പോ മാഷ് പറഞ്ഞു ഒരു പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്ക് പോയി. ശരി തന്നെയായിരുന്നു. പുഴുവിൽ നിന്ന് നമ്മളൊരു അധമ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരു നല്ല കാഴ്ചപ്പാടുള്ള നമ്മളിപ്പം നമുക്ക് നോക്കുമ്പോൾ എല്ലാം നല്ലതാ കാണാനുള്ള. കൂട്ടുകെട്ടുകൾ നന്നായി, നമ്മൾ ചിന്തിക്കുന്നത് നന്നായി, നമ്മൾ ബന്ധപ്പെടുന്നവർ നന്നായി. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഉദാഹരണങ്ങൾ കിട്ടും. ഇപ്പൊ നമ്മളൊക്കെ വരുന്നേക്കാളും മുമ്പ് ഉള്ളവർ, ഇപ്പൊ നമ്മളിൽ കുറെ ഈ ദുഷ്ടരെ നമ്മളിൽ നിന്ന് നമ്മളറിയാണ്ട് തന്നെ ദൈവം ഒരു പരിധിവരെ മാറ്റി ഉണ്ട്. അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ ആപത്തിലെത്തണില്ല. അതിനൊക്കെ ഉള്ള ഒരു കവറേജ് ആ ദൈവം തരുന്നുണ്ട്. അതൊക്കെ ഈ നമ്മൾ ഈ പടികളിൽ കൂടി നമ്മുടെ ഈ എയിൽ കൂടി മുന്നോട്ട് പോയപ്പോൾ തന്നെ എനിക്കൊക്കെ അത് ദൃശ്യമായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു ഈച്ചയായിരുന്ന ജീവിതമായിരുന്നു. എവിടെയൊക്കെ ദുർഗന്ധങ്ങള്. ഇപ്പൊ ഏതെങ്കിലും ഒരു വീട്ടിൽ, കല്യാണ വീട്ടിൽ പോയി അതിന്റെ പൂമുഖത്തിരിക്കല്ല ചെയ്യുക. അവിടെ വല്ല മദ്യ സദസ്സുകള്, വല്ല ബാക്ക് സൈഡ്, അടുക്കള സൈഡിൽ ആരെങ്കിലും കുടിക്കുന്നുണ്ടോ, വൃത്തികെട്ടവന്മാർ, പാചകക്കാർ, അവിടെ പോയിട്ട് വല്ലതും നുകരാനുള്ള വഴി നോക്കാറ്. അപ്പൊ ഒരിക്കലും ആ പൂമുഖത്തിരിക്കാവുന്ന മാന്യതയല്ല ഉണ്ടായിരുന്നത്. മരണ വീട്ടിലായാലും മദ്യം ലഭിക്കുന്ന ആ ദുഷ്ട സ്ഥലങ്ങളിലുള്ള യാത്രയായിരുന്നു. അതുപോലെ ബാറുകള്, ഈച്ച നടക്കണ പോലെ ദുർഗന്ധം വമിക്കുന്ന സ്ഥലങ്ങളിലെ ഈച്ച നടക്കുള്ളൂ. അതിൽ നിന്ന് അതെടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെ നാറ്റിക്കുക, ദുർഗന്ധം ഉണ്ടാക്കുക. മലമൂത്ര വിസർജനങ്ങള്, ചീഞ്ഞ മീനുകള്, ചീഞ്ഞതുകളിലെല്ലാം സഞ്ചരിച്ചിരുന്ന ഞാൻ ഇന്നിപ്പോ അത് മാറി തേനീച്ചയുടെ സ്വഭാവമായി. ഈ തേനീച്ച ഒരിക്കലും ഒരു പൊട്ട സ്ഥലത്ത് പോവില്ല. അതെപ്പോഴും നല്ല പൂവും പരാഗം ഇതിൽ പോയി തേൻ സമ്പാദിച്ച്, അതുമാത്രമല്ല അത് ആ സമൂഹത്തിനും അതിൻ്റെ കുലത്തിനും കൂടി നന്മ ചെയ്യുന്നുണ്ട്. തേനീച്ചേനെ പറ്റി പഠിക്കുമ്പോൾ അതില് വർക്കേഴ്സ് കുറവാണ്, മടിയന്മാരും അലസരും കൂടുതലുള്ളൊരു ജീവിതമാണ്. പക്ഷെ അത് എത്രയോ ബുദ്ധിമുട്ടിയിട്ട് എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ചു ഈ പൂവിൽ നിന്ന് ഇത്തിരിയോളം അതിൻ്റെ ജീവിതം, അതിൻ്റെ കാലും അതിനൊക്കെ അറിയാലോ. അപ്പൊ ശേഖരിച്ച് എത്രയോ നാളുകളായിട്ട് അത് നല്ല തേന ഉണ്ടാക്കുന്നത്. ഈച്ചയെ പോലെ ദുർഗന്ധം പരത്തണില്ല. ഇപ്പൊ നമ്മൾ ഈ എയിൽ കൂടി വന്നപ്പോൾ നമ്മൾ അതുപോലെ തന്നെയായി. നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് ദുർഗന്ധം ഉണ്ടാക്കി കൊടുക്കണില്ല, നല്ല ഉപദേശങ്ങൾ പറ്റും. അവര് നമ്മളോട് തന്നെ ഇടപഴകുമ്പോൾ നമ്മളും അവരെ നമ്മള് നന്നാവാനുള്ള രീതിയിൽ കാണുന്നുണ്ട്. പണ്ടത്തെ പോലെ അവരെ പറ്റിക്കാൻ, അവരെ ചതിക്കുഴിയിലേക്ക് തള്ളിവിടാനോ ആപത്തുകളിലേക്ക് ആനയിക്കാനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതന്നെ അതിൽ വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടൊരിത്, എന്നിലുള്ള ദൈവാംശം കൂടിയപ്പോൾ എനിക്ക് ഭയം കുറഞ്ഞു. ദൈവത്തെ പ്രേമിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഏയിനും പ്രേമിക്കാൻ പറ്റുന്നുണ്ട്. പേടിച്ചുകൊണ്ടല്ല ഇപ്പൊ ഞാൻ വരുന്നത്, ഇഷ്ടം കൊണ്ട് തന്നെയാ ഈ ഏയിൽ വരുന്നത്. പക്ഷെ ഒരു ഭയം എന്നിൽ നിൽക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഇതിൽ നിന്ന് മാറിപ്പോയാൽ
ഞാൻ ചവിട്ടി പിടിച്ചു വെച്ചിട്ടുള്ള ആ വലിയ സർപ്പം എന്നെ ദംശിക്കും. അതോടുകൂടി ഞാൻ വീണ്ടും പഴയ രീതിയിലേക്ക് പോവും. ആ ഒരു ഭയം എന്നിൽ ഉണ്ടാവട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വീണ്ടും ആ ശക്തിയിലേക്ക് പോവും. ആ ശക്തി വന്നാൽ ഇതെല്ലാം തകിടം മറിക്കാൻ പറ്റും. ഇപ്പൊ എന്നിൽ കയറിയ പോസിറ്റീവ് എനർജി നെഗറ്റീവ് ആവാൻ വരും. എന്തായാലും ദൈവികമായി ഉള്ള ഒരു വിഷയത്തിലേക്ക് ഉള്ള ഈ മീറ്റിങ്ങുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. വിജയമാഷ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ക്ലാസ്സുകളിലും നമുക്ക് നമ്മുടെ ശരീരത്തിനെ പറ്റിയിട്ടും നമ്മുടെ ഇതിനൊക്കെ പറ്റിയുള്ള അറിവുകളും നമ്മളൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അതിന് ഉണ്ടാക്കി എന്നുള്ളൊരു പഠനം വന്നപ്പോഴാണ് ഞാനൊക്കെ നേരെയായത്. എന്തായാലും എനിക്കൊരുപാട് അറിവുകളും ഗുണങ്ങളും മേന്മകളും എല്ലാം കിട്ടിയിട്ടുള്ളൊരു പ്രസ്ഥാനം തന്നെയാണ്. അതിന്റെ പടികളിൽ കൂടി യാത്ര ചെയ്യുമ്പോഴും അത് എന്നെ മനസ്സിലാക്കുമ്പോഴും മറ്റുള്ളവരുടെ ഷെയറിംഗ് ഒക്കെ കേൾക്കുമ്പോഴും എന്നിലുള്ള ഭീതി പോയി സന്തോഷം നിറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല, തുറന്ന മനസ്സോടെ ഇടപെടുന്നത് ആരായാലും. അപ്പോൾ തന്നെ എനിക്ക് ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ പല നുണകൾക്കും ഞാൻ അതിനെ മൂടി വെക്കേണ്ടതായിട്ട് നടക്കേണ്ടി വരും. സത്യത്തിന്റെ പാത തിരക്ക് കുറഞ്ഞതായതുകൊണ്ട് ആയിക്കോട്ടെ യാത്ര ചെയ്യാൻ എനിക്ക് ഇഷ്ടം. അതുപോലെ തന്നെ യമനിയമങ്ങൾ പാലിച്ചുകൊണ്ടും ധർമ്മ ചിന്തകളോട് കൂടി ആത്മീയ പുരോഗതിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ വന്നു ചേരുന്നുണ്ട്. എന്തായാലും സന്തോഷം. ഇത്ര നേരം എന്നെ ശ്രമിച്ചവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു പ്രതിഭേട്ട, താങ്ക് യു സോ മച്ച്, താങ്ക് യു. സുഹൃത്തുക്കളെ, അടുത്താരാണ്? നമുക്കൊരു 20 മിനിറ്റും കൂടി ഉണ്ട്. സുഹൃത്തുക്കളെ, വേഗം കടന്നു വരും. ആരാണ് ഫ്രീ ആയിട്ടുള്ളത്? ആരുമില്ല, എല്ലാവരും തിരക്കിലാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വരൂ? അത് വന്നിട്ടുണ്ടല്ലോ, ഇല്ലേ? പോയോ? ഏത് വിളിക്കണോ? രതീഷ് ഭായ്, ഷെയർ ചെയ്യാൻ പറ്റുമോ? രതീഷ് മുട്ടം തിരക്കിലാണോ? മിണ്ടുന്നില്ല. ശ്രീനോട്ട് ഞാൻ വരാം. ഹലോ. താങ്ക് യു. അത് പെട്ടെന്ന് ശ്രീനോട്ടം വിളിച്ച സമയത്ത് ഞെക്കാൻ എനിക്ക് പറ്റിയില്ല, അതാണ്. പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ, ഞാനൊരു മദ്യാസക്തൻ. ദൈവാനുഗ്രഹത്താലും കൂട്ടായ്മയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ഇന്ന് ദിവസം മദ്യവെച്ചിട്ടില്ല. എൻ്റെ പേര് രതീഷ്. ഞാൻ ഞാൻ മദ്യത്തിൽ മാറിക്കാൻ പറഞ്ഞിട്ട് ഇന്നത്തേക്ക് 2 വർഷവും 11 മാസവും ഇന്നത്ര ഡേറ്റ്? ഇന്ന് 8 8ആകുമ്പോ ഇന്നത്തേക്ക് ഞാൻ 6 ദിവസമായി ഇന്നത്തേക്ക് മദ്യപിക്കാത്ത. എന്ന് വെച്ചാൽ 11 മാസം 6 ദിവസമായി. അതുകൊണ്ട് തന്നെ സുഖമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനം ഉണ്ടെന്ന് പറയാൻ പറ്റുന്നുണ്ട്. അത് ഒന്ന് കൂട്ടായ്മയിലായതുകൊണ്ട് തന്നെയാണ്. ഈ 2 വർഷത്തെ ജീവിതത്തിനിടക്ക് കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എനിക്ക് കൃത്യമായിട്ട് ഒരു ബോധ്യം വന്നു. ഈ കൂട്ടായ്മയിൽ വന്നിട്ട് അടുത്താന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ പരാജയത്തിന്റെ പൂർണ്ണ കാരണം മദ്യപാനാണെന്നുള്ള നല്ലൊരു ബോധ്യം വന്നത് ഈ കൂട്ടായ്മയിലെ കൂടെ നിരന്തരം സഞ്ചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഓരോളെ ഷെയറിങ്ങിലേക്ക് കൂടിയും ചില വിഷയാവതരണത്തിലേക്ക് കൂടിയും ഈ പാരമ്പര്യങ്ങളിലേക്ക് കൂടി പോകുമ്പോഴാണ് കൃത്യമായിട്ട് എനിക്ക് ബോധ്യം ഉണ്ടായത്. അതുവരെ എനിക്ക് വലിയ ബോധ്യം ഉണ്ടായില്ല. ഞാൻ പുറമെ കാണിക്കുന്നതിനോടുള്ള വിനയം, അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന കപടമായ ഒരു പരിഗണന കൊടുക്കല്, അതെല്ലാം എൻ്റെ ഒരു അഹംഭാവമല്ല, ഞാൻ അവരുടെ മുമ്പിലെല്ലാം ഒരു എളിമ പൊതുവെ കാണിക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്പാന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഈ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കും ഇതിന്റെ ആത്മീയ അനുഭവം കിട്ടിയതിന് ശേഷം എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് അങ്ങനെ ആരെയും ബോധിപ്പിക്കാനല്ല,
എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് സത്യസന്ധമായിട്ട് ഒരു ഉറക്ക്, നല്ല മനസ്സുമായിട്ട് ഉറങ്ങുന്ന ഒരു ഉറക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഈ കൂട്ടായ്മ പറയുന്ന രീതിയിൽ ജീവിക്കാൻ ഞാൻ തയ്യാറായാൽ മാത്രമേ എനിക്ക് പറ്റൂന്നില്ല കാര്യം. ഇതിനകത്ത് വന്നേരാണ് നമ്മളെ കഴിഞ്ഞ കാല ജീവിതത്തിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് അങ്ങനെ ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ ഒരു പരിപൂർണ പരാജയം സമ്മതിക്കുക തന്നെ വേണം. എന്ന് വെച്ചാൽ ഇന്നേ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ വേറൊന്നും കൊണ്ടല്ല, എനിക്ക് എളിമയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടോ ഒന്നല്ല. അമിതമായ മദ്യപാനം കൊണ്ട് എൻ്റെ മനസ്സ് രോഗിയാവുകയും അതുപോലെ തന്നെ എൻ്റെ മെമ്മറിയെല്ലാം നശിച്ചു പോവുകയും എൻ്റെ തലച്ചോറിനെ ബാധിച്ചിട്ട് ഞാൻ പറയുന്നതാണ് ശരി, എൻ്റെ ചിന്തകൾ തേച്ച് നല്ല രീതിയിലല്ലാണ്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് ഇപ്പം ഒരു കൂട്ടായ്മയുടെ ശക്തിയോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ കൂട്ടായ്മ പറയുന്ന ജീവിത രീതിയെല്ലാം മനസ്സിലാക്കി ജീവിക്കുമ്പോൾ എൻ്റെ കഴിഞ്ഞ കാലത്തിനല്ല ഇനി വലിയ പ്രാധാന്യം. എനിക്ക് എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു നല്ലൊരു സമാധാനപരമായിട്ടുള്ള ജീവിതം എന്തായാലും നയിക്കാൻ പറ്റുമെന്നും അതുപോലെ തന്നെ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നേടിയെടുക്കൽ എന്ന് വെച്ചാൽ ഇല്ല അങ്ങനെ നേടിയെടുക്കുന്നില്ല. എനിക്കൊരു എൻ്റെ ദൈവം അങ്ങി ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കുടിയിലേക്കുള്ള ചിന്ത പോകാണ്ട് തന്നെ സുബോധാവസ്ഥ നിലനിർത്തിക്കൊണ്ട് എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിനെ അങ്ങനെ വിലയിരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ കൂട്ടായ്മ പറഞ്ഞു തരുമ്പോൾ ഞാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ മതി. എന്നോട് സ്പോൺസർമാരിലും പറഞ്ഞ കാര്യം, എനിക്ക് പ്രശ്നങ്ങൾ ദിവസവും ഉണ്ടാകലുണ്ട്, ഇല്ലാണ്ടൊന്നുമില്ല. ഇപ്പം പണി സ്ഥലത്ത് പോയാലും ശരി, അതിന് വീട്ടിൽ നിന്നായാലും ശരി, അല്ലെങ്കിൽ പൊതു സമൂഹത്തിൽ ഇറങ്ങി പോകുമ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളൊരു കൂട്ടായ്മയിൽ ഏതെങ്കിലും രണ്ടാളെ വിളിക്കുക, നമുക്കത് കുറച്ചു നേരം സംസാരിക്കുക, അതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് ഒരു സന്തോഷവും സമാധാനം കണ്ടെത്താൻ പറ്റുന്നത്. ഇപ്പോ അതേ സ്ഥാനത്ത് ഞാൻ ഒരു കുടിക്കുന്ന ഒരു സുഹൃത്തിന്റെ ഒപ്പം വരുന്നെങ്കിൽ ഇപ്പൊ ഓനെ വിളിച്ചു കഴിഞ്ഞാൽ ഓൻ പറയാം ഞാൻ ബീവറേജിലേക്കാ ഇല്ലി, അപ്പോ ഞാൻ ഇങ്ങനെ എൻ്റെ വീട്ടിൽ പണിയെടുക്കുന്നുണ്ട്, അപ്പൊ ഞാൻ അവന് വേണ്ടി സാധനം വാങ്ങിന്. അപ്പൊ ഓൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ റമ്മ പറഞ്ഞ അപ്പൊ ഞാൻ ഇന്നും അവരോടെല്ലാം പറയുന്ന കാര്യം, റമ്മിനെക്കാളി നല്ല ബ്രാൻഡിയല്ല, ഇപ്പൊ തണുപ്പല്ലേ റമ്മന്നെ നല്ലത് എന്നെല്ലാം പറയുന്ന അവസ്ഥയിലേക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും കൂട്ടായ്മയിൽ അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് വലിയ വഴുതി പോകാനോ അല്ലെങ്കിൽ ചില ആൾ പറയാനോ ലാപ്സായി പോകാനോ വലിയ ദൂരമൊന്നുമില്ല എന്നുള്ള കാര്യം സത്യമാണ്. ചില ആൾക്കാരെല്ലാം ഷെയർ ചെയ്യും മനസ്സിലാകുന്നുണ്ട്, ക്ലാസ്സും വായും തമ്മിൽ അകലേ ഇല്ലു, നമ്മ മദ്യപിക്കാൻ വലിയ ദൂരമൊന്നുമില്ല. പക്ഷെ അതെല്ലാം ഈ പ്രോഗ്രാമിന്റെ ഈ ഓൺലൈൻ മീറ്റിംഗ് ആയാലും നമുക്ക് കിട്ടുന്ന ഓരോ അറിവുകൾ ശേഖരിച്ച് വെച്ച് നമ്മളെ മെമ്മറിയിലെ നമ്മളെ തെറ്റായ ധാരണകളെല്ലാം മാറ്റി നല്ല ധാരണകൾ നമ്മളെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏത് സാഹചര്യങ്ങൾ വന്നാൽ അത് എടുത്ത് ഉപയോഗിക്കാനും അത് നമുക്ക് കൃത്യമായിട്ട് ആ ടൂൾസ് നമ്മൾ ഉപയോഗിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ പഴമക്കാർ പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ പാരമ്പര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്ത് പഴമക്കാർ പറഞ്ഞു തരുമ്പോൾ കിട്ടുന്നൊരു ഗുണം സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. ഇപ്പം എന്തായാലും കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് ഞാൻ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇതാണ് ശരി എന്നില്ല ചെറിയൊരു അഹംഭാവം മനസ്സിലുണ്ടാകുമ്പോൾ തന്നെ ഓരോ മീറ്റിങ്ങിൽ അതല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഈ അഹംഭാവം നമ്മുടെ എളിമ കാത്തു സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാം തികഞ്ഞ ആള്, അല്ലെങ്കിൽ എനിക്ക് ഇതെല്ലാം അറിയാം എന്നുള്ള മനോഭാവത്തോടു കൂടി പോകുമ്പോൾ അതെല്ലാം എന്നുള്ള കാര്യം കൂടി എനിക്ക് ശരിക്കും ഓരോ ഷെയറിങ്ങിലേക്ക് കൂടി എനിക്ക് കൃത്യമായിട്ട് എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എൻ്റെ കൂട്ടായ്മ എന്ന് വെച്ചാൽ എൻ്റെ ചിന്താഗതി അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനം നല്ല രീതിയിലാണ് പോകുന്നത്. 2 വർഷം ആയത് ഇങ്ങനെ പോകുമ്പോൾ ചില അനുഭവങ്ങളിലും പങ്കുവെക്കുന്നത് കൃത്യമായിട്ട് ഓരോ മീറ്റിങ്ങിലെ കൂടി കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയം വരുന്നുണ്ട് എനിക്ക്. എന്ന് വെച്ചാൽ അത്തരം ഓരോരോ സാഹചര്യങ്ങളിലേക്ക് കൂടി എല്ലാം പോകുമ്പോൾ തന്നെ ശരിക്കും ഞാൻ ഇന്ന് എളിമയോടെ ജീവിക്കേണ്ടതാണ്. കൂട്ടായ്മ പറയുന്നതൊക്കെ വളരെയേറെ സത്യസന്ധത കൂടിയിട്ട് വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കൂട്ടായ്മയിൽ കൂടി പോയി കഴിഞ്ഞാൽ മാത്രമേ പരിപൂർണമായിട്ട് ഇപ്പൊ എനിക്ക് എല്ലാ കാര്യങ്ങളും ശരിയല്ലെങ്കിലും എൻ്റെ മനസ്സിനോട് ഞാൻ പറയുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആണ്, ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നില്ല, അറിയാതെ പറ്റിപ്പോകുന്ന അല്ലെങ്കിൽ അറിയാണ്ട് ചിന്തിച്ചു പോകുന്നതെന്നുള്ളൊരു ബോധ്യം എന്തായാലും എനിക്ക് കൂട്ടായ്മ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് സന്തോഷമായിട്ടും എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. എൻ്റെ പല കഴിഞ്ഞു പോയ ജീവിതങ്ങളിൽ എല്ലാം സംഭവിച്ചത് മദ്യം കൊണ്ട് പറ്റിയതാണെന്നും എൻ്റെ അതുകൊണ്ടുണ്ടാകുന്ന എൻ്റെ ചിന്താഗതി കൊണ്ടാണെന്നും പിന്നെ അത്തരം ചിന്താഗതി എനിക്ക് ദോഷം ചെയ്തു. നല്ല നല്ല കൂട്ടുകാരുണ്ടായിട്ട് അവരൊന്നും തേടിപ്പിടിക്കാതെ ഏത് നിമിഷവും മദ്യത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും അതിനെ കിട്ടുന്ന ഒരു സുഖവും മാത്രം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ന് എൻ്റെ കൂടെ കുടിച്ചവര് ഓരോ ഞായറാഴ്ചയും ചെലവാക്കുന്ന സമയങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അവരൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ തിരുത്താനോ
പറ്റാത്ത നമുക്ക് എനിക്കിപ്പോ അവരോട് ഇങ്ങനെ ഞാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം അവർ കൃത്യമായിട്ട് അറിയാം. അവര് ആത്മീയത ഓനെന്തോ ആത്മീയ രീതിയിലേക്ക് പോകുന്നതാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഏതോ ഒരു എന്തോ വിശ്വാസത്തിൽ എന്നല്ല വേറെന്തോ ദൈവ പ്രാർത്ഥനക്ക് അങ്ങനെ പോകുന്നത് തെറ്റിദ്ധരിച്ചാലും കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയലുണ്ട്. ഞാനിങ്ങനെ ഒന്നല്ല ഒരു ഒരു മദ്യപാനം നിർത്തുന്ന ഒരു പ്രോഗ്രാമാണ്, 1.5 മണിക്കൂറേ ഉള്ളൂ വന്നിരിക്കും. അപ്പൊ അവരെല്ലാം നിരുത്സാഹപ്പെടുത്തി എന്നോട് പറയല് അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ അതിന്റെ ഒന്നും മെനക്കെടുന്ന് നിനക്ക് വിചാരിച്ചാൽ പോരെ, മനസ്സുകൊണ്ട് വിചാരിച്ചാൽ പോരെ. പക്ഷെ ഞാൻ ഈ 2 വർഷവും 11 മാസമായിട്ടും അവരോട് അവരറിയുന്ന കാര്യം തന്നെയാണ്. അവരിന്നും എന്നോട് പറയുന്നത് എനിക്ക് വിചാരിച്ചാ പോരെ എന്നൊക്കെ അറിയുന്ന കാര്യമില്ലാണ്ട് അവരിന്നും വിചാരിച്ച പോലെ എന്ന് പറഞ്ഞിട്ട് കുടിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് 7 വരുന്നതിന്റെ തൊട്ട് ഞായറാഴ്ച എന്ന് വെച്ചാൽ 2 വർഷം മുമ്പ് 7 വരുന്ന തൊട്ട് ഞായറാഴ്ച ഞാനും എന്റെ സുഹൃത്തും കൂടി കുടിച്ച ചങ്ങായി ഞാൻ നിർത്തുന്ന കാര്യമില്ല അവനറിയാം. അപ്പൊ ആ അറിയുന്ന ഇതിൽ തന്നെയാണ് ഇവന്റെ വീട്ടിലൊരു മുത്തപ്പൻ കഴിക്കുന്ന സമയത്ത് പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ ഈ മുത്തപ്പൻ കഴിഞ്ഞാൽ എനിക്ക് കുടിക്കൂല, എന്നെ നിയന്ത്രിച്ച് കൊണ്ടിരുന്നു. അത് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു 3 മാസത്തോളായി. ഇന്നും അവൻ മദ്യപിക്കാൻ വേണ്ടിട്ട് ഇന്ന് ലീവാക്കി നിൽക്കുമ്പോ ഞാൻ പറഞ്ഞു നീയല്ലടാ പറഞ്ഞത് നിന്റെ ഇങ്ങനെ വീട്ടില് മുത്തപ്പൻ കഴിഞ്ഞാൽ കുടിക്കൂലെന്ന്. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ടെൻഷനാന്ന്, എനിക്ക് ഭയങ്കര കാര്യങ്ങളാന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അതിലേ കൂടിയല്ലേ ഞാൻ അന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പൊ എന്തായാലും എനിക്ക് ഇപ്പം കൃത്യം നല്ലൊരു ബോധ്യത്തോടു കൂടി തന്നെ പോകുന്നത്. കൂട്ടായ്മേന്റെ ശക്തിയിലാണ്ട് ഒരു കാരണവശാലും ഒരു നിമിഷം പോലും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നല്ലൊരു ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ സുബോധം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥന ഷെയർ നിർത്തുന്നു. താങ്ക് യു ശ്രീനോട്ടാ. താങ്ക് യു രതീഷ് ഭായ്, താങ്ക് യു സോ മച്ച്. സുഹൃത്തുക്കൾ, നമുക്കൊരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. ആരെങ്കിലും വരാം, വേഗം വരാം. ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള ആർക്കെങ്കിലും വരിക. ആരുമില്ല. ആരുമില്ല. ഇല്ലെങ്കിൽ ഞാൻ വരാം. ജോളിച്ചേട്ടാ, സുഹൃത്തുക്കളെ, ഞാനൊരു അമിത മദ്യാസക്തനാണ്. ദൈവകൃപയാലും എന്ന പരീക്ഷ പ്രശ്നിച്ചിരുന്നാലും ഇന്ന് മദ്യപിച്ചിട്ടുള്ള എൻ്റെ പേര് ജോളി. ജോളിച്ചേട്ടാ. എന്തായാലും സന്തോഷവും സമാധാനവുമായിട്ടൊക്കെ പോകുന്നുണ്ട്. ഞാനൊരു മദ്യാസക്തനാണ്, മദ്യാസക്ത രോഗിയാണ് എന്ന് എന്നെ തന്നെ ഞാനൊന്ന് ബോധ്യപ്പെടുത്തുക. നിരന്തരമായിട്ടുള്ള ഈ കൂട്ടായ്മയിലോട്ടുള്ള സഞ്ചാരം അതിന് ഏറ്റവും എനിക്ക് നൽകുന്ന നല്ലൊരു ഓർമ്മപ്പെടുത്തലും എന്നെ തന്നെ അതിൽ നിന്ന് പിന്നെ മറ്റുള്ള വൈകാരിക മാനസിക സംഘർഷങ്ങളിൽ നിന്നും നമുക്ക് നല്ലത് കാണുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു ജീവിത ശൈലി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും ദൈവത്തിന്റെ കൃപ കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ കാറ്റും മഴയും വെളിച്ചവും ഇതെല്ലാം ഉണ്ടാകും. അത് പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്. അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു യഥാർത്ഥ മനുഷ്യന്റെ ആ ഒരു കഴിവ്. അതിന് പലപ്പോഴും കഴിവ് കേടുകളും കഴിവ് കുറവുകളുമുള്ള മനുഷ്യരാണ് ഈ ലോകത്തിലുള്ളത്. എല്ലാവരെയും സൃഷ്ടിക്കപ്പെട്ടത് ഒരേപോലെയല്ല. എല്ലാവരും വ്യത്യസ്തമായ കാഴ്ചപ്പാടും ചിന്താഗതികളും ശരീരഘടനയും എല്ലാം വ്യത്യസ്തങ്ങളാണ്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിലേക്ക് 2-3 പ്രാവശ്യം ഞാനത് പറയണം എന്ന് മനസ്സിൽ ഉദ്ദേശിക്കുമ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ അത് ഓൺ ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ ഈ എൻ്റെ മനസ്സിലേക്കും എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരു ആത്മീയതയുടെ വശം അല്ലെങ്കിൽ എന്നൊരു സത്യസന്ധതയുടെ ആ ഒരു പാതയിലൂടെ നമ്മളേക്ക് മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ആൽക്കഹോളിക് അനോണിമസിന്റെ ഏറ്റവും വലിയ ഒരു കഴിവ്. ആദ്യം മദ്യപാനം എങ്ങനെയെങ്കിലും നിർത്തുക, മദ്യപാനം നിർത്തിയാൽ ഞാൻ ഏറ്റവും നല്ലവനായി മാറും എന്നുള്ള ആ ഒരു ചിന്താഗതി ഒക്കെയായിരുന്നു. കാരണം ഈ മദ്യം കഴിച്ച് തലയിലൊന്നുമില്ല, എല്ലാം ഈ നെഗറ്റീവ് ചിന്തകളും
ഈ സ്വയം ഉള്ള ഒരു സുഖത്തിന്റെ ആ ലഹരിയുടെ ഓർമ്മകളും അതും മാത്രമായിരുന്നു എൻ്റെ ചിന്താമണ്ഡലത്തിൽ നിറഞ്ഞിരുന്നത്. അപ്പോ എവിടെയാണോ നമുക്ക് ഇപ്പൊ നല്ലത് ചിന്തകൾ, നല്ല തോന്നലുകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴേ അതിന് നമുക്ക് ആ പാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ മദ്യപാനം കാലഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും എന്നെ പല സ്ഥലങ്ങളിലും ചികിത്സിക്കും എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ മറ്റുള്ളവരും അവിടെ പോയാൽ അങ്ങനെ ചെയ്യാം, ഇവിടെ പോയാൽ അത് നിർത്താം, ഇതൊക്കെ പറഞ്ഞ് എന്നെ പല പ്രാവശ്യവും പല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാനൊരു അവര് പറയുന്നത് അനുസരിക്കുന്നത് നല്ല കുട്ടിയായി അവരോട് കൂടെ പോകും. പക്ഷെ അവരെ കബളിപ്പിക്കുക എന്നുള്ള ഒരു ലാഞ്ചന, കാരണം ഞാനൊരു അങ്ങനെ വലിയ ഒരു മോശക്കാരനൊന്നും ആയിട്ടില്ല ഇവരുടെ കാഴ്ചപ്പാടിൽ. ഇപ്പൊ ഇവരുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയതുകൊണ്ട് ഞാനിഞ്ഞ് അവരുടെ കൂടെ ചെന്നില്ല എന്ന് വേണ്ട, ഞാൻ ചെല്ലാം എന്ന് പറഞ്ഞു പോകുന്നു. അതായത് കുടം കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ നേരത്ത് വെള്ളം കോരി ഒഴിക്കുന്ന അതേ ഒരു പ്രതിഭാസം. വീട്ടിൽ ഒരു സന്ധ്യാപ്രാർത്ഥന നടക്കുമ്പോൾ പോലും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചീത്ത വിളിച്ചിട്ടുണ്ട്. കാരണം എനിക്കത് അരോചകരമാണ്. അപ്പൊ എൻ്റെ സ്വസ്ഥതയ്ക്കും എൻ്റെ ചിന്തയ്ക്കും ഈ പ്രാർത്ഥന അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിഘാതമായി വരുന്നു. എന്നാ ഞാൻ ചെറുപ്പത്തിലെ പള്ളിയിൽ പോകാനും എല്ലാ കാര്യങ്ങൾക്കും ഇതൊക്കെ ആയി നടന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് എനിക്കങ്ങനെ? കാരണം അവര് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചോട്ടെ, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള അസൗകര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കണ്ട. എന്തിനാണ് ഞാൻ അവരെ ശപിക്കുന്നത്? പക്ഷേ ഞാൻ നടന്ന പാതയിലൂടെയല്ല അവർ നടക്കുന്നത്. ഞാൻ ഇന്ന് നടക്കുന്ന പാത അത് ഞാൻ ആ മദ്യം കുടിച്ച് നടന്ന് നല്ല ഹൈവേ പോലെയായി. അപ്പൊ ആ ഹൈവേ വിട്ടിട്ട് ഇവര് ഈ ഊടുവഴിക്കാണ് പോകുന്നതെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോ അതിനകത്ത് എൻ്റെ തെറ്റുകളെയും കുറ്റങ്ങളെയും എല്ലാം ഞാൻ ന്യായീകരിച്ച് ഞാൻ അത് വലിയൊരു ഹൈവേ ആക്കി ഏറ്റവും സുന്ദരമായ റോഡാണെന്ന് ഞാൻ സ്വയം അങ്ങ് തീരുമാനിച്ച് അതിലൂടെ സഞ്ചരിക്കുമ്പോൾ മറ്റുള്ളവരെ കാണുന്നത് മുഴുവൻ എനിക്ക് തെറ്റും കുറ്റങ്ങളുമാണ്. അപ്പൊ അവിടെ ഞാൻ വിമർശിക്കാൻ നിൽക്കുന്നു. അപ്പൊ എൻ്റെ മനസ്സിന്റെ ഞാൻ തോറ്റുപോയി എന്നുള്ള ആ ഒരു ആർഗ്യുമെന്റ്സിൽ എനിക്കൊരു ഫീലിംഗ് ഉണ്ടാവുന്നു. ഉടനെ ഞാൻ കുപ്പിയെടുക്കുന്നു, 2 വിട്ടു. ഇപ്പൊ നീ ഇച്ചിരി മെച്ചമായിട്ടുണ്ട്. ഈ 2 പെക്കങ്ങൾ ആ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ എൻ്റെ മനച്ചോറ്, എൻ്റെ തലച്ചോറ് എന്നോട് പറയുവാണ്, നൗ യു ആർ ഓക്കെ. അത് തന്നെയാണ് നമ്മുടെ ആത്മീയതയിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രവണത. അവിടെ ഭയം എല്ലാം നമ്മളെ ഭരിക്കാൻ തുടങ്ങും. ഇതല്പം ചെറുത്. അപ്പൊ കാരണം ഈ ഭയം നമ്മളിലേക്ക് തള്ളിവിടുന്നതിന്റെ കാരണം ഈ ഭയത്തെ അതിജീവിക്കുവാനുള്ള മരുന്ന് അവിടെയുണ്ട്, അത് പോയി എടുത്ത് കഴിക്കുക എന്നുള്ള ആ ഒരു നമ്മളെ ആ സൂത്രശാലി, നമ്മുടെ ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, ഹണ്ണിങ്ങും സൂത്രശാലിയുമായ മദ്യം മനുഷ്യനെ ബലഹീനതയിലേക്ക്. പണ്ടുള്ള കാരണവർ എൻ്റെ വീട്ടില് എൻ്റെ വല്യമ്മ ഒക്കെ, എൻ്റെ അപ്പൻ അവൻ തീർത്ഥാന്റെ മൂത്രം കുടിക്കാനാ പോണേ എന്ന് അന്നൊന്നും അതിൻ്റെ ആ പൊരുള് കാര്യങ്ങൾ കൃത്യമായിട്ടേ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നു. കാരണം മദ്യം ആ കുപ്പിയിലിരുന്ന എത്ര വർഷങ്ങൾ ഇരുന്നാലും ആ കുപ്പി ആടുന്നില്ല, വീഴുന്നില്ല, ഒന്നുമില്ല. അത് നമ്മുടെ ഉള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നു. അത് നമ്മളെ അവന്റെ ചിന്തകളിലേക്ക്, അവന്റെ വഴിക്ക് നമ്മളെ നടത്താൻ പ്രേരിപ്പിക്കുന്നു. കാരണം
അതിനുള്ള വളം വെച്ചു കൊടുത്തതും എല്ലാം ഞാൻ തന്നെയാണ്. പക്ഷെ അത് ഞാൻ അംഗീകരിക്കുന്ന ഒരു സമയം എപ്പോഴാണോ ആ സമയത്ത് മാത്രമേ അതിനുള്ള, അല്ലാണ്ട് ഞാൻ 2 മാസമായി അല്ലെങ്കിൽ ഞാൻ എത്ര നാള് ഞാൻ എയിലൂടെ സഞ്ചരിച്ചു, അങ്ങനെ സഞ്ചരിച്ചിട്ട് എന്താ കാര്യമുള്ള? ചില കുട്ടികളെ കണ്ടിട്ടുള്ള എൻ്റെ ക്ലാസ്സിൽ തന്നെ 3ഉം 4ഉം കൊല്ലം ആയിട്ട് അവസാനം പഠിത്തം നിർത്തിപ്പോയ പല കുട്ടികളെയും എനിക്കറിയാം. അപ്പൊ അവരും സ്കൂളിൽ വന്നു. എന്തുകൊണ്ട് അവർ പഠിച്ചില്ല? കാരണം വെച്ചാൽ അത് ഉൾക്കൊള്ളാൻ, അവിടെ എന്താണ് പറയുന്നത്, അത് കേൾക്കുന്നത്, അതിൻ്റെ ആ വാക്കുകളുടെ അർത്ഥത്തെക്കാൾ ഉപരി അതിൻ്റെ ആന്തരികമായ അംശങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ അവിടെ പോയതുകൊണ്ട്, ഞാൻ എന്നും അല്ലെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്. എന്തിനാ? എന്തിനാന്ന് ചോദിക്കാൻ നമ്മൾ എല്ലാവരും പോകുന്നു, അത് പണ്ട് തൊട്ട് അങ്ങനെ പോകുന്നതാ, ഞാനും പോകുന്നു. അവിടെ അതുകൊണ്ട് എന്താണ് പ്രയോജനം? മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഞാൻ വലിയ കുഴപ്പക്കാരനല്ല എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ചില പ്രവർത്തികൾ. അതിന് ഞാനും പോയി എനിക്ക് എന്തുകൊണ്ട് മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് പാസ്സായില്ല എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥമുള്ളത്? ഒരർത്ഥവുമില്ല. അപ്പോ ഈ അതേ രീതിയിൽ ജീവിച്ച ഞാൻ അവസാന നാളുകളിൽ മദ്യത്തിനടിമപ്പെട്ട് ഒരു ജീവി പോലുമില്ല സംസാരിക്കാൻ. ഭാര്യ വന്ന അപ്പുറത്ത് വന്നപ്പോ അതിൻ്റെ ഇതിലെ കൂടെ ഒന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് ആള് ഇവിടെ ഉണ്ടോ, ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്നറിയുന്ന ആ പരുവത്തിലേക്ക് എത്തി മദ്യം കഴിച്ച് മരിക്കാം. അല്ലാണ്ട് വേറൊരു പ്രക്രിയയിലൂടെ മരിക്കാനുള്ള ആത്മധൈര്യമില്ല. കുടിച്ചു മരിക്കാം. എന്നിട്ടും മരിക്കണല്ലോ. കണ്ണ് തുറക്കുമ്പോ വീണ്ടും അയ്യോ കാല് വിറയ്ക്കണു, കൈ വിറയ്ക്കണു, എനിക്ക് നിൽക്കാൻ പറ്റണില്ല, ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല, ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ ഇല്ല. മൂത്രമൊഴിക്കാനും പറ്റി പോകേണ്ട ആവശ്യമില്ല. കാരണം ദിവസത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ ഒന്ന് മൂത്രമൊഴിക്കാനെല്ലാം ഉണ്ടെങ്കിലേ ഉള്ളൂ, വെള്ളം കുടിക്കുന്നില്ലല്ലോ. അങ്ങനെ ആയി അവസാനം എനിക്ക് തന്നെ എൻ്റെ മനസ്സിലേക്ക് ഇനി എന്താണ്, ഞാൻ ഈ രീതിയിൽ എന്തിനാണ് ജീവിക്കണേ? മറ്റൊരു രീതിയിൽ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു മാനസിക ധൈര്യവും ഇല്ല. എനിക്ക് എന്നിട്ട് വേണ്ട അഭ്യാസം എടുക്കാൻ അതിനുള്ള ശക്തിയും ഇല്ലാത്തൊരു അവസരം വന്നപ്പോഴാണ് ഞാനൊരു ഡീഅഡിക്ഷൻ ചെല്ലണതും. കാരണം എൻ്റെ ഉള്ളിലേക്ക് എന്തോ ഒരു തോന്നല്. കാരണം എൻ്റെ ചെറുപ്പത്തില് ഞാൻ പള്ളിയിലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിലൊക്കെ പോയിട്ടുള്ളതാ. അന്ന് കൊച്ചുകുട്ടിയായിരുന്നു. അന്നത്തേക്ക് എൻ്റെ പ്രാർത്ഥനയും അല്ലെങ്കിൽ എൻ്റെ ആ ത്യാഗമനോഭാവവും 2.5 കിലോമീറ്റർ നടന്നിട്ട് വേണം അതും നല്ല റോഡില്ല, പാടത്തിൻ്റെ പരമ്പത്തോടെ ഒക്കെ നടന്നിട്ട് 1 കിലോമീറ്റർ നടന്നാലേ റോഡിലെത്തുള്ളൂ. അപ്പൊ അത്രയും അതിൻ്റെയൊക്കെ എന്തോ ഒരു പശ്ചാത്തലം, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ, മറ്റുള്ള സഹോദരങ്ങളുടെ, എൻ്റെ ഭാര്യയുടെയോ മക്കളുടെയോ ഒക്കെ കണ്ണീര് കണ്ടിട്ടാവാം ഒരവസരം അതിന് കൊടുത്തേക്കാം എന്നുള്ള ഒരു മനോഭാവം, ഒരു ബോണസ് ലൈഫ് ഇന്നും മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക്, എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്മാറണം എന്ന തീക്ഷ്ണമായ ആ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു. അപ്പോ ഈ പറഞ്ഞ കണക്ക് ഒരു പ്രാവശ്യം ഒന്നും കഴിക്കത്തില്ല, ഇന്ന് ഞാൻ കഴിക്കത്തില്ല, നാളെ തൊട്ട് ഞാൻ കഴിക്കത്തില്ല, ഇത്രയും വലിയ ഈ മോശമായ ഈ കാര്യത്തിന് ഞാൻ ഇനിയില്ല എന്ന് 100 പ്രാവശ്യം ശപഥം ചെയ്തിട്ടുണ്ട്, പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നും എനിക്കൊരു ദൈവവും ഒന്നും കൊണ്ടു തന്നില്ല. കാരണം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ ആത്മീയത, അല്ലെങ്കിൽ ഞാൻ വാക്കുകൊണ്ട്, ഞങ്ങളുടെ ബൈബിളിൽ ഒരു ഇതുണ്ട്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല ഭാഗ്യവാന്മാർ, എൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ
ഞാൻ അത് എനിക്ക് തരുവുള്ളൂ എന്ന്. അതുപോലെ നമ്മളെ വ്യർത്ഥമായ വാഗൊണ്ട് ചുമ്മാ കുറെ പദങ്ങൾ ഉരുവിട്ടത് കൊണ്ട് മാത്രം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ആ ധ്വനിക്കാണ് ദൈവത്തിന് ശക്തി. വേറൊരു അതൃശക്തിക്ക് നമ്മുടെ ഈ ഇംഗ്ലീഷിലോ സംസ്കൃതത്തിലോ മലയാളത്തിലോ പറയുന്ന ഉച്ചാരണ ശുദ്ധിയുള്ള വാക്കുകൾ കേട്ടിട്ട് മാത്രമൊന്നുമല്ല, നമ്മുടെ മനസ്സിനെ അറിയാനുള്ളൊരു കഴിവുകൂടി അത്രമാത്രം ശക്തിയുള്ള ആ ദൈവത്തിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ അങ്ങനെ ആത്മാർത്ഥമായി എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ചിന്താഗതി വന്നു. അങ്ങനെ കാരണം DAD സെന്ററിൽ പോയതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഞാൻ ജനിച്ചു നിൽക്കാനും പ്രാപ്തനായ കയ്യിൽ പൈസയുമുണ്ട്. സാധനം കിട്ടാൻ ഇന്ന് നമ്മൾ നടന്നു പോകണ്ട, അല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോ അതിനെ ഒന്ന് കൂച്ചുവിലങ്ങിടുക. കാരണം ഒരു ജയിലറയിലായി കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ നമ്മൾ പാലിക്കപ്പെടാൻ നമ്മൾ ബാധ്യസ്ഥനാവും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ, കാരണം ഒരു കുറച്ച് നാളത്തെ, കാരണം ഞാൻ നടന്ന ആ പാത ഒന്ന് ക്ലീൻ ആക്കുവാതെ പുതിയൊരു പാത വെട്ടിത്തുറക്കണമെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു മാറ്റം അനിവാര്യമാണെന്ന് എൻ്റെ മനസ്സിൽ തന്നെ തോന്നി. അതേപോലെ അതിനുള്ളൊരു അവസരം ദൈവം ഉണ്ടാക്കി തന്നു. അതിലൂടെ എനിക്ക് കണ്ടെത്താൻ പറ്റി, ഈ കൂട്ടായ്മയെ അറിയാൻ, അതുപോലെ എൻ്റെ ദൈവത്തിനെ എൻ്റെ ആദർശമായ ആ കരങ്ങളിലേക്ക് എന്നെ വിട്ടുകൊടുക്കാനും എനിക്കത് ആ പാതയിലൂടെ സഞ്ചരിക്കുവാനും ഒരു അവസരം തന്നു. അതിന് ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. ദൈവമേ, ഇനി നാളെ ആ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കുവാൻ ഞാൻ ബലഹീനനാണ്. എന്നെ ഞാൻ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ എന്നും ഈ മീറ്റിങ്ങുകളിലൂടെയും കൂട്ടായ്മയിലൂടെയും സഞ്ചരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു സുബോധത്തിന്റെ നാളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു ജോളി ചേട്ടാ, താങ്ക് യു. നമ്മുടെ മീറ്റിംഗിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് മിഡ്നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പ് മീറ്റിംഗിൽ എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. എയുടെ വാഗ്ദാനങ്ങൾ വായിക്കുകയാണ്. എയുടെ വാഗ്ദാനങ്ങൾ: നമ്മുടെ പുരോഗതി ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുൻപ് തന്നെ നാം അത്ഭുതപരാന്തരാകും. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കൊട്ടിയൊടുക്കുകയില്ല. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും സമാധാനം എന്ന് നാം അറിയുകയും ചെയ്യും. നാം എത്രമേൽ താഴ്ത്തു പോയിട്ടുണ്ടെന്നൊരു പ്രശ്നമല്ല, നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താമെന്ന് നാം കാണുന്നു. ഒന്നിനും കൊള്ളാത്തവരാണ് നാം എന്ന ധാരണയും സ്വയം സഹതാപവും അപ്രത്യക്ഷമാകുന്നു. സ്വാർത്ഥ കാര്യങ്ങളിലുള്ള നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളുടെ സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മിൽ നിന്ന് അകലും. ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറും. ആളുകളെ കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്തെ കുറിച്ചുമുള്ള ഭയം നമ്മെ വിട്ടകലും. നമ്മളെ അന്താളിപ്പിച്ചിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉൾവിളി കൊണ്ടെന്ന പോലെ നാം അറിയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുവെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതൊക്കെ അതിരുകടന്ന വാഗ്ദാനങ്ങളാണ് അല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കിടയിൽ അവ സഫലമാക്കപ്പെടുന്നു, പലപ്പോഴും പെട്ടെന്ന്, ചിലപ്പോൾ സാവധാനം. നാം അതിനുവേണ്ടി ശ്രമിച്ചാൽ അവ എല്ലായ്പ്പോഴും സാധ്യമാകുന്നു. പ്രാർത്ഥന. ജോളിച്ചേട്ടാ. പ്രാർത്ഥന. ദൈവമേ, ദൈവമേ, മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്സുതിയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. പ്ലീസ് കമ്മിങ് ബാക്ക്. താങ്ക് യു ജോളി ചേട്ടാ, താങ്ക് യു രതീഷ് ഭായ്, താങ്ക് യു ശിവ് ചേട്ടാ, താങ്ക് യു അലൻ ചേട്ടാ.
താങ്ക് യു അൻസിൻ ചേട്ടാ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഉം.
ഹലോ 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 ആ അല്ലേ മീറ്റിംഗ് കഴിഞ്ഞാണോ? ഹലോ അല്ല മീറ്റിംഗ് കഴിഞ്ഞാണോ? മീറ്റിംഗ് കഴിഞ്ഞു. ആ അതെ, ശുഭിച്ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഫോഴ്സ് ചെയ്യുന്നില്ല. ആ ഓക്കെ ശുഭിച്ചേട്ടൻ ജോലിയിലാന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ എന്നാ ചോദിച്ചേട്ടാ. ഓക്കെ